السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين. اللهم صل على محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. പൈതൃകം മീഡിയ ശ്രോതാക്കളെ, അഖിലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുബാറക്കായ രാവിൻ്റെ ബറക്കത്തുകൊണ്ട് അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തോടനുബന്ധമായി പൈതൃകം മീഡിയ നടത്തിവരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്ര നാളുവഴികളിലൂടെ എന്ന പ്രഭാഷണ പരമ്പരയുടെ 51-ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മുടെ വിഷയം ഇപ്പോൾ എത്തിയിരിക്കുന്നത് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ അതിൻ്റെ പുരോഗതിയും അതിൻ്റെ വളർച്ചയും അതുണ്ടാക്കിയ വൈജ്ഞാനിക വിപ്ലവവുമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഊന്നുവടിയായി പ്രവർത്തിക്കുന്ന കീഴ്ഘടകമാണ് SYS. നോക്കൂ, ആ സംഘടന 1954 രൂപീകരിക്കുകയും ഒട്ടും വൈകാതെ തന്നെ സമസ്തയുടെ കീഴ്ഘടകമായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുമ്പോൾ സമസ്ത കേരള സുന്നി യുവജന സംഘം ബ്രാക്കറ്റിൽ SYS എന്നാണ് അത് രജിസ്റ്റർ ചെയ്തത്. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, SKSYS എന്നാണല്ലോ വേണ്ടത്. പക്ഷേ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെയാണ് അതിനെ നിശ്ചയിച്ചത്. സമസ്ത കേരള സുന്നി യുവജന സംഘം ബ്രാക്കറ്റിൽ SYS. അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് അവർ പറഞ്ഞില്ലെങ്കിലും പിൻകാലത്ത് ശരിക്കും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. നമ്മൾ പിന്നെ ഈ പ്രഭാഷണത്തിൽ വിവാദങ്ങളൊന്നും ഉദ്ദേശിക്കാത്തത് കൊണ്ട് യാഥാർത്ഥ്യങ്ങൾ മാത്രം നേരായ നിലയിൽ പറയുന്ന ഒരു പരിപാടി എന്ന നിലയിൽ മറ്റു വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക കീഴ്ഘടകമാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം ബ്രാക്കറ്റിൽ SYS. അത് നടത്തി വന്ന അതിവിടെ വരുത്തിയ മാറ്റങ്ങളിലേക്കാണ് നമ്മുടെ പ്രസംഗം വരുന്നത്. 1954 മുതൽ AP ഉസ്താദ് അതിൻ്റെ നേതൃസ്ഥാനത്ത് വരുന്നത് വരെ കുറഞ്ഞ യൂണിറ്റുകളെ അതിനുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഉസ്താദ് സെക്രട്ടറി ജനറലും EK ഹസൻ മുസ്ലിയാർ പ്രസിഡന്റുമായതോടുകൂടെ സംഘടന ബഹുദൂരം വളർന്നു. അത് വൈജ്ഞാനിക വിപ്ലവം തന്നെ നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമാണ് മർക്കസു സഖാഫത്ത് സുന്നിയ, സുന്നി സാംസ്കാരിക കേന്ദ്രം നിലവിൽ വരുന്നത്. അതിൻ്റെ ശിലാസ്ഥാപനം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞെത്തിച്ചത്. അങ്ങനെ അതിൻ്റെ മഹാനായ സയ്യിദ് മാലിക്കി തങ്ങൾ അവരുടെ പരിശുദ്ധമായ കരങ്ങളെ കൊണ്ട് SYSൻ്റെ സുന്നി സാംസ്കാരിക കേന്ദ്രത്തിൽ അഥവാ മർക്കസു സഖാഫത്ത് സുന്നിയക്ക് ഏപ്രിൽ 16 ശിലയിട്ടു. അതോടുകൂടി തന്നെ നിങ്ങൾ നോക്കൂ, ആ ശിലാസ്ഥാപന പരിപാടിയിലേക്ക് പലരും SYSനെ പറ്റി കക്ഷിത്വ ആരോപണം നടത്തുന്നു. എങ്കിലും SYS അതൊന്നും ശ്രദ്ധിക്കാതെ എല്ലാ ആളുകളെയും വിളിച്ചുകൊണ്ടാണ് അതിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിന് നോട്ടീസ് അടിച്ചിറക്കിയത്. അതിനുവേണ്ടി എല്ലാ നേതാക്കന്മാരും പോയി ക്ഷണിച്ചു. AP ഉസ്താദ് തന്നെ ആ കാര്യങ്ങൾ തൻ്റെ വിശ്വാസപൂർവം എന്ന ആത്മകഥയിൽ, ഞാനിപ്പോൾ വായിച്ച എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകത്തിൻ്റെ 383-ാമത്തെ പേജിൽ ഉസ്താദ് പറയുന്നുണ്ട്, കേരളത്തിലെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിലായിരുന്നു മർക്കസിൻ്റെ ശിലാസ്ഥാപനം.
മുസ്ലിം ലീഗിലെ പിളർപ്പ് അതിൻ്റെ അവസ്ഥയിലെത്തിയ സമയം രണ്ട് വിഭാഗവുമായി സൗഹാർദ്ദത്തിൽ പോകണമെന്നതായിരുന്നു ഞങ്ങളുടെ നിലപാട്. അഥവാ SYSന്റെ നിലപാട് അങ്ങനെയാണ്. ലീഗിൻ്റെ വിഭാഗീയതയൊന്നും നമ്മുടെ സംഘടനയിൽ കൊണ്ടുവരേണ്ട, എല്ലാ വിഭാഗം ആളുകളെയുമായി നല്ല നിലയിൽ വർത്തിക്കണമെന്നായിരുന്നു SYSന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇരു ലീഗിലെയും നേതൃസ്ഥാനത്തുണ്ടായിരുന്ന സയ്യിദന്മാരെയും പരിപാടികൾക്ക് ക്ഷണിക്കുന്നതായിരുന്നു ഞങ്ങളുടെ രീതി. പള്ളിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കാൻ, അഥവാ മർക്കസ് നഗരിയിൽ മർക്കസിക്ക് ശിലയിട്ട് പിന്നെ അവിടെ ആദ്യമായി ഉണ്ടാക്കുന്ന ഒരു പള്ളിയാണല്ലോ. ആ ശിലയിട്ട് സ്ഥലത്ത് ഷെഡ് കെട്ടി ഒരു ചെറിയ രൂപത്തിലുള്ള യതീംഖാന തുടങ്ങി. പിന്നെ ബഹുമാനപ്പെട്ട PP പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ദർസ് അവിടേക്ക് മാറ്റി. ഇങ്ങനെ വളരെ ചെറിയ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ അതിൻ്റെ പള്ളിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും സയ്യിദ് ഉമർ ബാഫക്ക് തങ്ങളെയും ക്ഷണിച്ചു. അന്നത്തെ ഒരു സ്ഥിതി എന്തായിരുന്നോ, അന്ന് മുബത്തദീങ്ങൾ ഈ രണ്ട് തങ്ങന്മാരെയും അടുപ്പിക്കാതിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും ബാഫക്കി തങ്ങളെ പെൺമക്കളെയാണ് കല്യാണം കഴിച്ചത്. നമ്മുടെ നാട്ടിൽ ഇളച്ചൻ മൂത്തച്ചെന്ന് പറയും. അത്ര കുടുംബബന്ധം സയ്യിദ് നിലക്കിൽ ഏറ്റവും അഭേദ്യമായ ബന്ധം. പക്ഷേ സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ അഖിലേന്ത്യാ ലീഗുകാരനായി, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഔദ്യോഗിക ലീഗുകാരനായി. ഈ രണ്ട് തങ്ങന്മാരെയും നമ്മൾ ആ കക്ഷിത്വത്തിലൊന്നും ഇടപെടാതെ രണ്ടുപേരെയും AP ഉസ്താദ് എഴുതുന്നു മർക്കസിൻ്റെ പള്ളിയുടെ ശിലാസ്ഥാപനത്തിൽ ക്ഷണിച്ചു. എന്നാൽ എന്താ സംഭവിച്ചത്? സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ വന്നു, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വന്നില്ല എന്നതല്ല ഇത് സങ്കടം. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കാനും ആ പള്ളിക്ക് ശിലയിടാനും വേണ്ടി കാരന്തൂർ വരെ എത്തി. കാരന്തൂരിൽ എത്തിയപ്പോഴാണ് കുറച്ച് ആളുകൾ തങ്ങളെ തടഞ്ഞ് തിരിച്ചയച്ചത്. ഈ പരിപാടി നിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല. അന്നൊന്നും സമസ്ത പിളർന്നിട്ടില്ല കേട്ടോ. ഒരു വിഭാഗം ഇന്നിപ്പോൾ EK സമസ്ത പിളർന്നിട്ടില്ലല്ലോ. പക്ഷെ എന്താ ഇപ്പോൾ EK സമസ്തയിൽ നടക്കണതെന്ന് നമുക്കറിയാം. അത് എത്ര ഗ്രൂപ്പായിട്ടാണ് ഇന്ന് പ്രവർത്തിക്കുന്നതെന്ന് എണ്ണി തിട്ടപ്പെടുത്താനും പറ്റൂല. ഒരു നേതൃത്വമില്ലാതെ ഓരോരുത്തരും അവർക്ക് തോന്നുന്ന രൂപത്തിൽ പ്രസ്താവനയും സമരവും ഒക്കെ ആയിട്ട് പോവുകയാണ് ഇപ്പോൾ. അതെന്തോ ആവട്ടെ, അള്ളാഹു ഖൈർ പോലെ ആക്കട്ടെ, നമുക്ക് ദുആ ചെയ്യാം. നമ്മൾ ആ കക്ഷിത്വം ചേരുന്നില്ല. അന്നും ഇങ്ങനെ തന്നെ മർക്കസ് ശില ഇട്ടു. സമസ്ത കേരള സുന്നി യുവന സംഘം ശില ഇടുന്ന ചടങ്ങിൽ ആരൊക്കെ പങ്കെടുത്തു? സമസ്തൻ്റെ പ്രസിഡന്റ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പങ്കെടുത്തു. സമസ്തയുടെ സെക്രട്ടറി EK അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തു. സമസ്തയുടെ വൈസ് പ്രസിഡന്റുമാരും മറ്റു പല നേതാക്കന്മാരും പങ്കെടുത്തു. പക്ഷേ ഇവർ കുറച്ച് ആൾക്കാർ പങ്കെടുക്കണില്ല. ആ പള്ളിക്ക് ശിലയിടുമ്പോൾ എന്തായാലും മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിടാൻ വേണ്ടി ക്ഷണിച്ചു. ക്ഷണം ഏറ്റു. സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളെ ക്ഷണിച്ചു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാരന്തൂരിലെത്തി. ആരോ മടക്കി അയച്ചു. എന്താ പറഞ്ഞ കാരണം? അവിടെ അന്ന് അവരാരും സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളെന്ന് വിളിക്കാറില്ല. സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ കൊണ്ടോട്ടി MLA ആയിരുന്നു, താനൂർ MLA ആയിരുന്നു, ആ മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവും വൈസ് പ്രസിഡന്റുമായിരുന്നു. പക്ഷേ രണ്ട് ലീഗായതോടുകൂടെ സയ്യിദ് എന്ന് മാറ്റിയിട്ട് സെയ്ദുമ്മറാക്കി. സെയ്ദുമ്മർ എന്നാ പറയുക. അതൊക്കെ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പ്രസംഗം അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സെയ്ദുമ്മർ എന്നാ പറയാം. കെയുടെ അറ്റത്ത് അടയിരിക്കുന്ന സെയ്ദുമ്മർ എന്നായിരുന്നു CH പറഞ്ഞിരുന്നത്. CH ഒക്കെ വളരെ പ്രഗത്ഭനായ നേതാവാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഗ്രൂപ്പാണ്ട് കയറിയിട്ട് തിമിരം ബാധിച്ചിട്ട് പ്രസംഗത്തിൻ്റെ പീഠത്തിന്മേൽ കമയിന്ന് കിടന്നിട്ട് കെയുടെ അട്ടത്ത് അടയിരിക്കുന്ന സെയ്ദുമ്മറിനെ പറഞ്ഞിരുന്നു. എന്നിട്ട് ഇവരിങ്ങനെ അന്ന് തെക്കിബേറൊന്നുമില്ല. അന്ന് ഫിഷൽ വിളിയും കയ്യടിയാണ്. ലീഗിൻ്റെ സമ്മേളനത്തിൽ നിസ്കരിക്കാൻ സമയം ഉണ്ടാവില്ല. അന്ന് അങ്ങനെയാണ്. പിന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ സമുദായത്തിൻ്റെ അടിയിലെ ഉള്ളിലുള്ള എതിർപ്പും വന്നപ്പോഴാണ് നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കാമെന്നുള്ള ഒരു സാഹചര്യം ഇപ്പോൾ വന്നത്. നേരത്തെ ലീഗിൻ്റെ സമ്മേളനങ്ങൾ നിസ്കാരമൊന്നുമില്ല. അതുപോലെ പ്രകടന അസർക്ക് തുടങ്ങും, അർദ്ധരാത്രി വരെ നിൽക്കും. അസറില്ല, മഗ്‌രിബില്ല, ഇശല്ല.
കാരണം ജാഥ വിളിക്കാതെ ശക്തി തെളിയിക്കുകയില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പാർട്ടിക്ക്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബാഫക്കി തങ്ങൾ വന്നു, ഇവർ വന്നില്ല. എന്നാൽ AP ഉസ്താദ് എഴുതുന്നു, അതിനുശേഷം ക്ഷണിച്ച പരിപാടികൾക്കൊന്നും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വന്നില്ല. എന്നാൽ സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു. അനാഥ മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനത്തിനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM അബൂബക്കർ വന്നു, അയാൾ വിമതനാണ്, വന്നു. അതോടെ ഞങ്ങളെ അഖിലേന്ത്യാ ലീഗുകാരായി മുദ്ര കുത്താൻ തുടങ്ങി. ഇങ്ങനെയാണ് AP ഉസ്താദ് വിമത ലീഗായത്. ആദ്യം അരിവാളല്ലായത്, ആദ്യം വിമത ലീഗാനായത്. വിമത ലീഗാകാനുള്ള കാരണം എന്താ? മിനിസ്റ്റർ എന്ന നിലയിൽ ആരെ വിളിച്ചു? പിന്നെ PM അബൂബക്കർ വിളിച്ചു, അപ്പോൾ വിമതനായി. എന്നാൽ AP ഉസ്താദ് യത്തീംഖാന യാഥാർത്ഥ്യമായ ശേഷം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു നേതാവിനൊരു മന്ത്രിയെ ഈ മർക്കസിലൊന്ന് കയറ്റാൻ വേണ്ടി വല്ലാതെ പാടുപെട്ടു. അഹമ്മദ് സാഹിബൊക്കെ ആയിട്ട് AP ഉസ്താദിന് വ്യക്തിപരമായ നല്ല ബന്ധമുണ്ട്. ആ ബന്ധം വെച്ചുകൊണ്ട് കോഴിക്കോട് അദ്ദേഹം മന്ത്രിയായി താമസിക്കുമ്പോൾ അവിടെ പോയി ക്ഷണിച്ചു, നമ്മളെ യത്തീംഖാനെ ഒന്ന് സന്ദർശിക്കാൻ വരണം. വല്ലാതെ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ എന്നാൽ ഞാൻ വരാമെന്ന് സമയം കൊടുത്ത് നട്ടുച്ചക്കായിരുന്നു. അങ്ങനെ മിനിസ്റ്റർ വരുന്ന ഉറപ്പ് കൊടുത്തുകൊണ്ട് AP ഉസ്താദ് മർക്കസിലെത്തി യത്തീം കുട്ടികളെ കുന്നമംഗലം കാരന്തൂർ റോട്ടിൽ വരി വരിയായി നിർത്തി. കാരണം മന്ത്രി അത് വഹിക്കാണ് മറ്റു പരിപാടിക്ക് പോണത്. ആ സമയത്ത് ഇവിടെ കയറാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ കുട്ടികൾ വെയിൽ കൊണ്ടു അവരെ ഭക്ഷണ സമയം തെറ്റി ക്ഷീണിച്ച അവസരമായ മന്ത്രി കയറിയില്ല. മന്ത്രിയെ ഈ കുട്ടികൾ നിന്നു കയങ്ങി വിളിച്ചപ്പോൾ പറഞ്ഞ് മന്ത്രിയുടെ ഷെഡ്യൂൾ മാറ്റിയിട്ടുണ്ട്. മന്ത്രി ഇത് വഴി ഞാൻ കടന്നു പോയത്, പക്ഷെ അവിടെ കയറിയില്ല. ഇങ്ങനെ എന്തെല്ലാം ചവിട്ടിത്താത്തൽ. എന്താ കാരണം? സുന്നികൾക്ക് ഒരു സാംസ്കാരിക നിലയം വരാൻ പാടില്ല, സുന്നികൾക്ക് ഒരു വിദ്യാഭ്യാസ വിപ്ലവം വരാൻ പാടില്ല. ഇതൊരു വാശിയാണ് ചില ആളുകൾക്ക്. ആ വാശിയുടെ പേരിലാണ് ഇത് സംഭവിച്ചത്. എന്നാൽ AP ഉസ്താദ് എഴുതുന്നു, ശിലാസ്ഥാപനത്തിന് ശേഷമുള്ള ദിവസങ്ങൾ എനിക്ക് തിരക്കേറിയതായിരുന്നു. കാന്തപുരം ദർസ് നടത്തുന്നത്, കാന്തപുരത്തെ ദർസിൻ്റെ കൂടുതൽ ചുമതലകൾ AP മുഹമ്മദ് മുസ്ലിയാരെ, തന്റെ ശിഷ്യനായ AP മുഹമ്മദ് മുസ്ലിയാരെ ഏൽപ്പിച്ചു. ജോലിഭാരം കുറക്കുന്നതിന് വേണ്ടിയും ദീർഘമായ ഗൾഫ് പര്യടനം ഉദ്ദേശിക്കുന്നതിനാലും സമസ്തയുടെ ഓഫീസിൽ നിർവഹിച്ചു പോകുന്ന ഉത്തരവാദിത്തങ്ങൾ താൽക്കാലികമായി മറ്റൊരാളെ ഏൽപ്പിച്ചു. ഞാൻ മർക്കസിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. കുറഞ്ഞത് 1 കോടി രൂപയെങ്കിലും സംഘടിപ്പിക്കണം. സ്ഥലമെടുത്ത വകയിലെ ബാക്കി പണം കണ്ടെത്തണം. ആദ്യഘട്ട ശ്രമമെന്ന നിലയിൽ ബാംഗ്ലൂർ, മൈസൂർ, മദ്രാസ്, വിജയവാഡ, ബോംബെ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. EK അബൂബക്കർ മുസ്ലിയാർ, സമസ്ത ഓർഗനൈസർ SES ബീരാ മുസ്ലിയാർ, KP ഉസ്മാൻ സാഹിബ് എന്നിവരായിരുന്നു ഈ യാത്രയിൽ തൻ്റെ കൂട്ട്. മുസ്ലിം ലീഗിലെ പിളർപ്പ് ആളുകൾക്കിടയിൽ പലയിടങ്ങളിലും ഉണ്ടാക്കിത്തീർത്ത അകൽച്ച വളരെ വലുതായിരുന്നു. ഒരു തരം വെറുപ്പിൻ്റെ തലത്തിലേക്ക് പലയിടങ്ങളിലും വളർന്നു കഴിഞ്ഞിരുന്നു. ഈ പക പലയിടങ്ങളിലും ഞങ്ങളുടെ മാർഗത്തെ തടസ്സപ്പെടുത്തി. വ്യത്യസ്തമായ പ്രചരണ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ മർക്കസ് ശ്രമിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട 50 മഹല്ലുകളിൽ സംഘടിപ്പിച്ച 4 ദിവസം വീതമുള്ള വയലായിരുന്നു മർക്കസിൻ്റെ ആദ്യത്തെ പ്രചരണ പരിപാടി. പാറന്നൂര് PP മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ അടക്കമുള്ള പ്രാസംഗികന്മാർ, അതിൽ VM കോയ മാസ്റ്റർ അടക്കമുള്ളവരുണ്ട്. അങ്ങനെ ഒരു പാനൽ തയ്യാറാക്കി ആ പാനൽ തെരഞ്ഞെടുക്കപ്പെട്ട 50 മഹല്ലുകളിൽ മതപ്രഭാഷണം നടത്തി വരാൻ പോകുന്ന മർക്കസിൻ്റെ പദ്ധതികൾ അതിലൂടെ അവതരിപ്പിച്ചു. അതുവഴി ജനങ്ങളിൽ ഈ എതിർപ്പുകളൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ഇതൊരു ദീനിയായ കാര്യമാണ് എന്ന നിലയിൽ അനുകൂലമായ അഭിപ്രായം ജനങ്ങളിൽ പ്രകടമായി. എന്നാലോ എതിർപ്പിൻ്റെ ആൾക്കാർ അവരുടെ വഴിയുമായി മുന്നോട്ട് പോയി. എത്രത്തോളം മർക്കസിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു മുസ്ലിം ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന താമരശ്ശേരിയിൽ ഇബ്രാഹിം മാസ്റ്റർ. ആ ഇബ്രാഹിം മാസ്റ്റർക്ക് മുസ്ലിം ലീഗ് സസ്പെൻഡ് നോട്ടീസ് കൊടുത്തു. കൊടുവള്ളി MLA ആയിരുന്ന PV മുഹമ്മദ് ആയിരുന്നു അന്ന്, മർഹൂം PV മുഹമ്മദ് MLA ആയിരുന്നു കോഴിക്കോട് ജില്ലാ ലീഗിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹം ഔദ്യോഗിക ലെറ്റർ കൊടുത്തത് എന്താണ്?
കാരന്തൂർ മർക്കസുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്ന പാർട്ടി തീരുമാനം നിങ്ങൾ ലംഘിച്ചു കാണുന്നു. നിങ്ങൾ ഇപ്പോഴും മർക്കസിൻ്റെ ഭാരവാഹിയായി തുടരുന്നതിനാൽ ലീഗിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു. ആ കത്തിൻ്റെ കോപ്പി എൻ്റെ ഷോക്കേസിൽ ഇപ്പോഴും വിശ്രമിക്കുന്നുണ്ട്. ആ കത്തൊന്നും ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് എന്ന് ഞങ്ങൾ പ്രസംഗിച്ചിരുന്നു. അപ്പം ചുരുക്കത്തിൽ നിങ്ങൾ നോക്കൂ, എത്ര ധിക്കാരപരമായ മോശം നിലപാടുകളാണ് അന്ന് ഈ പാർട്ടി ഈ സ്ഥാപനത്തിൽ വരുത്തുന്നത്. അതൊന്നും സമർത്ഥപ്പെടന്നിട്ടില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണേ. അതുപോലെ ഈ മർക്കസിൽ ആദ്യമായി അനാഥ മന്ദിരം സ്വന്തം ഉമ്മയുടെ പേരിൽ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് സഹായം വാഗ്ദാനം ചെയ്ത ഷെയ്ഖ് അബ്ദുള്ള കുലൈബി അൽ ഹാമിലിക്ക് നാട്ടിൽ നിന്നും ചിലർ പരാതി അയച്ചു. അങ്ങനെ അപ്പോൾ നമ്മൾ നോളേജ് സിറ്റി തറക്കല്ലിടുന്ന ആ മഹത്തായ ചടങ്ങിൽ അന്ന് UDF ആണ് ഭരിക്കുന്നത്. ഇപ്പം അടുത്ത കാലത്ത് അന്ന് പിന്നെ സമസ്തയൊക്കെ രണ്ടായ ശേഷം. എന്നാൽ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിൽ നിർണായക ശക്തിയായുള്ള UDF ഗവൺമെൻറ് ഈ മർക്കസിൻ്റെ നോളേജ് സിറ്റി ശിലയിട്ട് വരാൻ വേണ്ടി അവർ ക്ഷണിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമില്ലേ, ഞാൻ വരാമെന്ന് പറഞ്ഞു. മന്ത്രി MK മുനീർ വളരെ സന്തോഷപൂർവ്വം ഞാൻ വരാമെന്ന് പറഞ്ഞു. ബഹുമാന്യനായ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് സന്തോഷപൂർവ്വം ഞാൻ വരാമെന്ന് പറഞ്ഞു. ആര്യാട് മുഹമ്മദ് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അര ഡസനിലേറെ മന്ത്രിമാർ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, റോഡ് മന്ത്രിയായിരുന്ന പിന്നെ ഇബ്രാഹിം കുഞ്ഞ്, അങ്ങനെ എല്ലാവരും വരാമെന്ന് പറഞ്ഞു. ഈ വിവരം ഇവിടെ ഇതിപ്പോൾ അടുത്ത കാല സംഭവമാണ്. പോസ്റ്റർ അടിച്ച് ഇറങ്ങിയപ്പോഴാണ് ഈ AP ഉസ്താദിനെ വെറുതെ അസൂയയുടെ പേരിൽ എതിർക്കുന്ന ഞങ്ങളൊക്കെ ചേളാരി വിഭാഗം എന്ന് അന്ന് പറഞ്ഞിരുന്ന ആ വിഭാഗത്തിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ അതിന് ഹജ്ജ് കമ്പറ്റി പിന്നീട് കൈകാര്യം ചെയ്ത ഒരു മുസ്ലിയാരാൾ മരിച്ചുപോയി. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, അതോ പുറത്തു കൊടുക്കട്ടെ. ആ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അവരെ മുഖപത്രത്തിൻ്റെ CEO ആയി ഇന്നും വർക്ക് ചെയ്യുന്ന മാന്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ UDFൻ്റെ മന്ത്രിമാരെയും കുറച്ച് MLA കൂട്ടി അവർ ഉമ്മൻചാണ്ടിയോട് പോയി പറഞ്ഞു, സാർ ആ പരിപാടിക്ക് വരാൻ പാടില്ല. കുഞ്ഞാലിക്കുട്ടിയും ഈ സംഘത്തിലുണ്ട്, അവളെ കൂട്ടിയതാണ് ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ. പക്ഷെ കുഞ്ഞാലിക്കുട്ടി അതിനോട് യോജിച്ചില്ല, ഉമ്മൻചാണ്ടി തീരെ യോജിച്ചില്ല. അങ്ങനെ ആ മന്ത്രിമാരെല്ലാം വന്ന് മർക്കസ് നോളേജ് സിറ്റി ശിലാസ്ഥാപനത്തിൽ പങ്കെടുത്തു. അപ്പോഴാണ് മുടക്കാൻ പോയി പറഞ്ഞ ആളുകൾ ഗവൺമെൻറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രസംഗിച്ചത്. അവിടെ നിന്നാണ് നമ്മൾ ഈ പേര് കിട്ടിയത്. ഞങ്ങൾ ഇവരടുത്തൊക്കെ പോയി പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞു. ഇവരൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണാവോ. അപ്പം ചുരുക്കത്തിൽ ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായ സംഭവം അതാണ്. പിന്നെ ഇപ്പോൾ തുടക്കത്തിൽ പറയണോ, അങ്ങനെ തുടക്കത്തിൽ ഇവരാദ്യം തന്നെ ചെയ്ത അള്ളു വെക്കുകയാണ്. ആരെയാണ്? ഈ യത്തീംഖാന ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് 5 ലക്ഷം ഉറുപ്പ്യ ഓഫർ ചെയ്ത കുലൈബിക്ക് ഈ നാട്ടുകാർ ഊമക്കത്തയച്ചു. കുറേ ആൾക്കാർ പിന്നെ മുന്നിലാരും നിൽക്കാതെ എന്നാൽ എല്ലാ മഹാന്മാരും അതിന് മുന്നിൽ ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് അവിടെ കുലൈബിയെ പരിചയമുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് അവരത് കൊടുത്തു. യഥാർത്ഥത്തിൽ എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? നിങ്ങൾ കൊടുത്ത പണം അവിടെ പിന്നെ ചെലവഴിച്ച് കണ്ടില്ല, അയാൾ കള്ളനാണെന്ന്. നിങ്ങൾ ഈ സാധുക്കൾ വിചാരിച്ച 5 ലക്ഷം കിട്ടിയിരുന്ന ഇതിൻ്റെ മൊത്തം എസ്റ്റിമേറ്റ് സംഖ്യയാണ് 5 ലക്ഷം. ഈ സാധുക്കൾ വിചാരിച്ച് അത് കയ്യോടെ കൊടുത്തിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഈ കത്ത് ഇയാൾക്ക് കിട്ടിയപ്പോൾ മൂപ്പർ ചിരിച്ചു. കാരണം 5 ലക്ഷം ഏറ്റിന്, പക്ഷെ 50,000 കൊടുത്തിട്ടുള്ളൂ. ആ 50,000 അവിടെ എന്തെല്ലാം പണി നടത്തി. ശിലാസ്ഥാപന ചടങ്ങിന് എത്ര രൂപ ചെലവുണ്ടാവും? അപ്പോൾ ഇവർ പറയുന്ന ഈ ഏഷണികളൊന്നും ക്ലിക്കാകാത്ത എന്താണ്? വസ്തുതാവിരുദ്ധമായ പരിപാടികളാണ് ഇവർ നടത്തുന്നത്. അങ്ങനെ മാത്രമല്ല, ഇവർക്ക് ഇത് ഇത്ര രൂക്ഷമാകാനുള്ള കാരണം എന്താണ്? ഒന്ന്, ഇവർ പരിപാടിക്ക് വരൂല, അഖിലേന്ത്യാധികാർ വരും. പ്രത്യേകിച്ച് അവർ ഭരണത്തിലെത്തിയപ്പോൾ പിന്നെ ആ മന്ത്രിമാരെ ക്ഷണിക്കൽ നമുക്ക് ബാധ്യതയായി. ക്ഷണിക്കും, അവർ വരലായി. അപ്പോൾ നമ്മൾ വിമതന്മാരായി. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥിയായി വെക്കുമ്പോൾ
ആ സ്ഥാനാർത്ഥികൾ സുന്നിയായിരിക്കണമെന്ന് സമസ്ത കേരള ജമിയത്തുലമ കേന്ദ്ര മുശാവറയിലെ പ്രതിനിധികൾ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും നേരിട്ട് കണ്ട് ഒരു നിവേദനം കൊടുത്തിരുന്നു. അത് ഇവരെ കൂടുതൽ പ്രകോപിപ്പിച്ചു. കാരണം ഇവരിലുള്ള ഇന്നത്തെ മാരുന്നല്ല, അന്നത്തെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ആരാണ്? എൻ്റെ അവസാന തുള്ളി രക്തം ഞാൻ സുന്നികൾക്കെതിരെ ചിന്തുന്ന് ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞ ഒരു MLA പുളിക്കെന്നാണ് പറഞ്ഞത്. അന്ന് ഇങ്ങനെയുള്ള MLA മാരാണ് സുന്നികളെ പ്രകോപിപ്പിക്കുക. പിന്നെ സാധുലിപ്പള്ളി നമുക്ക് നഷ്ടപ്പെട്ടു. ഇത്തരം MLA കൊണ്ട്, ഈ പാർട്ടി കൊണ്ടും സാധുലിപ്പള്ളി നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടത്തിൻ്റെ കഥകൾ എത്രയാണ്? സഹി കെട്ടിട്ടാണ് സമസ്ത തീരുമാനിച്ച് നമുക്ക് സഹായിക്കാൻ ആരുമില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഒരു സുന്നി MLA ഉണ്ടായാലും അനിവാര്യമാണ്. അല്ല നമ്മളെ നിയമനിർമ്മാണ സഭയിൽ നമ്മളെ കാര്യം ആരാണ് പറയുക? അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങളായി സ്ഥാനാർത്ഥിയായി വെക്കുമ്പോൾ അവർ സുന്നികളായിരിക്കണം എന്ന് നിവേദനം കൊടുത്തിരുന്നു. അത് 79 തെരഞ്ഞെടുപ്പിലാണ്. അങ്ങനെ വന്നപ്പോൾ ഇവർ ഒന്നും കൂടെ എന്തായി? പ്രകോപിതരായി. അങ്ങനെയാണ് ഇവർ കുലൈബിക്ക് കത്തെഴുതി, നിങ്ങൾ 5 ലക്ഷം കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്തു കാണില്ല. അപ്പം കുലൈബി 50,000 ഇപ്പം ഞാൻ കൊടുത്തിട്ടുള്ളൂ, പിന്നെ എങ്ങനെ 4 ലക്ഷം കൊടുക്കാതെ ചിലവാക്കുക എന്ന് ചിന്തിച്ച് ആ കത്ത് അവർ വലിച്ചെറിഞ്ഞു. എന്നാൽ മർക്കസിൽ 5.5 ഏക്കർ സ്ഥലം വാങ്ങിയതിന് പുറമെ 1.5 ലക്ഷത്തിലധികം രൂപയുടെ മരാമത്ത് പണികൾ അപ്പോഴേക്കും നടന്നു കഴിഞ്ഞിരുന്നു. അതിക്ക് ആകെ കുലൈബി വന്ന 5,50,000 മാത്രമാണ്. ഏതായാലും കുലൈബി എന്ത് ചെയ്തു? അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ആളുകളെ അയച്ചു. അവരുടെ വന്നിട്ട് പറഞ്ഞു 1.5 ലക്ഷത്തിലേറെ പണി അവിടെ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ 5.5 ഏക്കർ ഭൂമി സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അതിനാകെ 15,000 റുപ്യ കൊടുത്തിട്ടുള്ളൂ, ഇതൊക്കെ നിങ്ങളൊരു യത്തീങ്ങാനുണ്ടാക്കാൻ റെഡിയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഈ സ്ഥലം വാങ്ങിയത് എന്നൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം അജബായി. അങ്ങനെ ഇവരെ കത്ത് അവൾ വലിച്ചെറിഞ്ഞു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഈ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദിനെ എന്തോ ആളുകൾ അസൂയ വെച്ചുകൊണ്ട് നുണ പറയുകയാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഉമ്മൻ്റെ പേരിൽ, തുർക്കിയ എന്ന പേരുള്ള എൻ്റെ ഉമ്മയുടെ പേരിൽ ഒരു യത്തീങ്ങാനിയല്ലേ നിർമ്മിക്കാൻ കരുതിയിരുന്നുള്ളൂ. FP ഉസ്താദിനെ വിളിച്ചു പറഞ്ഞു, എന്നാൽ അവിടുത്തെ പള്ളി വേണ്ടേ, അവിടെ ഒരു പള്ളി, ആ പള്ളി ഞാൻ ഉണ്ടാക്കിത്തരാം, മസ്ജിദുൽ ഹാമിലി ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് അതിൻ്റെ കാശും കൂടി അതേ ഏൽക്കുകയാണ് ഈ കത്തുകൊണ്ടുണ്ടായത്. അങ്ങനെ ഉപകാരമാണ്. ഇവരെ ദുൽമുകളൊക്കെ ഉപകാരമാകുകയാണ്. ആ പള്ളിയുടെ ശിലാസ്ഥാപനത്തിൽ എന്നിട്ട് ഉസ്താദ് ചെയ്തെന്താണ്? പാണക്കാട് പോവുകയാണ്, നിങ്ങൾ അന്ന് തറക്കലിട്ട് തരുന്ന മുഹമ്മദ് ഷിഹാബ് തങ്ങൾ വരികയാണ്. അതേ കാരന്തൂരെത്തിയപ്പോൾ അവിടുന്ന് ഒരു മടക്കിയേക്കുക. ഇതൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ പള്ളികൾക്ക് വേണ്ടി കുലൈബിയെ ഏൽപ്പിച്ച മറ്റൊരു 5 ലക്ഷം രൂപയെ ചൊല്ലി ചിലർ ഉന്നയിച്ച പരാതിയും ഇതിനെ തുടർന്ന് ഇവരുണ്ടാക്കി. ഒന്ന് കഴിയുമ്പോഴേക്ക് വേറെ ഉണ്ടാക്കുകയാണ്. അതായത് കുലൈബിയോട് ഇവരെന്താ പറഞ്ഞത്? നിങ്ങൾ കൊടുത്ത 5 ലക്ഷം അവിടെ ഒന്നും ചിലവാക്കിയിട്ടില്ല. അപ്പോൾ കുലൈബി എന്ത് പറഞ്ഞു? നമ്മൾ അന്വേഷിക്കട്ടെ. അന്വേഷിച്ചവരെന്ത് റിപ്പോർട്ട് കൊടുത്തു? അവിടെ 1.5 ലക്ഷം റുപ്യേൻ്റെ പണി നടന്നിട്ടുണ്ട്, 5.5 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അത് നിങ്ങളാകെ 50,000 കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. അത് തൂച്ചിപ്പോയി. പിന്നെയാണ് ഇവർ അരീക്കാട് പള്ളി പ്രശ്നം. അരീക്കാട് പള്ളിക്ക് 5 ലക്ഷം കൊടുത്തിട്ടുണ്ട്, അത് അദ്ദേഹം FP ഉസ്താദ് കൊടുത്തിട്ടില്ല. അങ്ങനെ 1976 മുതൽ 78, 79 കാലഘട്ടങ്ങളിൽ ഇങ്ങനെ FP ഉസ്താദിനെ പറ്റിയുള്ള ദുരാരോപണം നടത്തി കള്ളനായി ചിത്രീകരിച്ച് മർക്കസിന് ഒരു സാംസ്കാരിക നിലയം വരാതിരിക്കാനുള്ള കഠിന പരിശ്രമം അസൂയാലുക്കളായ കുറച്ച് മൊയ്ലിയമാരും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവും ബോധപൂർവം നടത്തി പരാജയപ്പെട്ടു. 1981 മർക്കസ് സന്ദർശനത്തിന് വന്ന ഷെയ്ഖ് അബ്ദുള്ള കുലൈബി 2 മാസത്തോളം മർക്കസിൽ കുടുംബസമേതം താമസിച്ചു. ഇതൊക്കെ ഈ സാധുക്കൾക്ക് അറിയുന്നില്ല, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം താമസിക്കുന്നത്. ഉദാരമതിയായ അദ്ദേഹത്തെ കാണാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെത്തി. അക്കാലത്ത് മർക്കസിലെ വിദ്യാർത്ഥികൾ കാരന്തൂരിലെയും കുന്നമംഗലത്തെയും പള്ളികളിലായിരുന്നു ജുമാ നിസ്കരിക്കാൻ പോയിരുന്നത്. 2 പള്ളികളും ജീർണിച്ച് കിടക്കുന്നതിനാൽ പൊളിച്ചു പുതുക്കിപ്പണിയാനുള്ള ആഗ്രഹം അദ്ദേഹത്തെ അറിയിച്ചു. മർക്കസിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്ന മുണ്ടോളി ഹൈദർ ഹാജി തൻ്റെ അടുത്ത പ്രദേശമായ അരീക്കാട് ജുമാഅത്ത് പള്ളി പുതുക്കിപ്പണിയാനുള്ള
സാമ്പത്തിക സഹായം കിട്ടുമോ എന്ന് അന്വേഷിച്ചു. എല്ലാ അപേക്ഷകളും വാങ്ങിവെക്കാൻ എന്നോട് അഥവാ AP ഉസ്താദിനോട് അബ്ദുള്ള കുലൈബി നിർദ്ദേശിച്ചു. ആ റിക്കാർഡൊക്കെ വാങ്ങിവെക്ക്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. മർക്കസിലെ ഏറ്റെടുത്ത് അഥവാ യത്തീംഖാനയും പള്ളി ആ പണികൾ എവിടെയെങ്കിലും എത്തിച്ച ശേഷം മറ്റുള്ള സഹായങ്ങളെ കൂടി കുറിച്ചാലോചിക്കാമെന്ന് പറഞ്ഞു. സെപ്റ്റംബർ അവസാനം അദ്ദേഹം തിരിച്ചുപോയി. തൊട്ടടുത്ത് ഞാൻ UAE പോയി. അവിടെ വെച്ചാണ് മുണ്ടോളി ഹൈദർ ഹാജിയുടെ അഥവാ അരീക്കാട് പള്ളിക്ക് സാമ്പത്തിക സഹായം ചോദിച്ചിരുന്ന മർക്കസിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ മുണ്ടോളി ഹൈദർ ഹാജിയുടെ ആകസ്മികമായ മരണവാർത്ത അറിയുന്നത്. AP ഉസ്താദ് UAE സമസ്തയുടെയും മർക്കസിൻ്റെയും ആത്മാർത്ഥ സഹകാരിയും സംഘാടകനും എൻ്റെ വലിയൊരു അഭ്യുദാകാംക്ഷിയുമായ ഹാജിയുടെ വേർപാട് എന്നെ സങ്കടപ്പെടുത്തി. ഷെയ്ഖ് കുലൈബിയെ കണ്ടപ്പോൾ ഹൈദർ ഹാജി മരണപ്പെട്ട വിവരം അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ പൂർത്തീകരിക്കാതെ പോയ ആഗ്രഹത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. സ്വന്തം നിലക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം സമാശ്വസിപ്പിച്ചു. കൂട്ടത്തിൽ മറ്റപേക്ഷകരുടെ കാര്യവും ഓർമ്മപ്പെടുത്തി. അപേക്ഷകൾ വാങ്ങിവെച്ച ആൾ എന്ന നിലയിൽ ഓരോ കമ്മിറ്റിക്കാർ എന്നെ നിരന്തരം ബന്ധപ്പെടും. ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഡിസംബർ 21 ജപ്പാൻ മൗലാനയുടെയും അഷറഫ് മൗലവിയുടെയും ഓരോ കത്തുകൾ കിട്ടി. 5 ലക്ഷം രൂപക്കുള്ള 10 ഡ്രാഫ്റ്റുകൾ ഉടനെ അയക്കുന്നുണ്ടെന്നും അത് ഹൈദർ ഹാജിയുടെ പള്ളിക്കും മറ്റും അപേക്ഷകർക്കുമായി വീതിച്ചു നൽകണമെന്നുമായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അഥവാ 1982 ജനുവരി 12 ജപ്പാൻ മൗലാനയുടെ മറ്റൊരു കത്തും 5 ലക്ഷം രൂപക്കുള്ള 10 ഡ്രാഫ്റ്റുകളും കണ്ണൂർ സ്വദേശിയായ അബ്ദുള്ള ഹാജിയുടെ കൈവശം കൊടുത്തയച്ചത് കിട്ടി. കത്തിലെ വരികൾ ഇങ്ങനെയായിരുന്നു: മുമ്പ് അറിയിച്ച തുക 10 ഡ്രാഫ്റ്റുകളാക്കി ഇതാ കൊടുത്തയക്കുന്നു. കോഴിക്കോടുള്ള അരീക്കാട് ഹൈദർ ഹാജിയുടെ പള്ളിക്കും അതുപോലെ മറ്റു സ്ഥാപനങ്ങൾക്കുമായി ചെലവഴിക്കുന്നതിന് ഷെയ്ഖ് അബൂബക്കറിനെ സ്വതന്ത്ര വക്കീലാക്കിയിരിക്കുന്നു. ഡ്രാഫ്റ്റുകൾ ബാങ്കിൽ ഏൽപ്പിച്ച ശേഷം അരീക്കാട്ടെ പള്ളിക്ക് 1ാം ഗഡുവായി 50,000 രൂപയുടെ ചെക്ക് എഴുതി കൊടുത്തു. ഈ തുക മുൻ തീരുമാനത്തിന് വിരുദ്ധമായി സെക്രട്ടറിയുടെ സ്വന്തം അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് പള്ളി കമ്മിറ്റിയുടെ ഉപദേശ സമിതി അംഗമായ ഞാൻ കൂടി പങ്കെടുത്ത യോഗത്തിൽ നിന്ന് മനസ്സിലായി. ആണോ, അവരിൽ കൃത്രിമം തുടങ്ങുകയാണ് പള്ളി കമ്മിറ്റിക്കാരിൽ. പിന്നീട് പള്ളി കമ്മിറ്റി അക്കൗണ്ട് ആരംഭിക്കുകയും തുക അതിലേക്ക് മാറ്റുകയും ചെയ്തു. പള്ളിപ്പണി പുരോഗമിക്കുന്നതനുസരിച്ച് റിട്ടയർഡ് എഞ്ചിനീയർ C. മുഹമ്മദ് ഹാജി സീട്ട് തരും. അതുപ്രകാരം 3 ലക്ഷം രൂപ പല തവണകളിലായി നൽകി. ബാക്കി തുക നേരത്തെ കിട്ടിയ അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ കുലൈബി നിർദ്ദേശിച്ചത് പ്രകാരം കുന്നമംഗലം ജുമാഅത്ത് പള്ളി, കാരന്തൂർ മഹല്ല് ജുമാഅത്ത് പള്ളി, പുളിക്കൽ മസ്ജിദ് സുന്നിയ, ഈങ്ങാപ്പുഴ ജുമാഅത്ത് പള്ളി, മലപ്പുറം മുനവ്വറുൽ ഇസ്ലാം സംഘം, പെരുവില്ലി മസ്ജിദുൽ മുബാറക്ക്, കുനിയിൽ ജുമാഅത്ത് പള്ളി, എലിക്കാട്ട് റഹ്മാനിയ മസ്ജിദ്, മാവൂർ റോഡ് പള്ളി, കാന്തപുരം ജുമാഅത്ത് പള്ളി, കരുവാറ്റ് നിസ്കാരപ്പള്ളി, കണ്ണോത്ത് നിസ്കാരപ്പള്ളി, ചേപ്പാല ജുമാഅത്ത് പള്ളി, കാഞ്ഞങ്ങാടി ചിത്താരിയിലെ 5 സ്ഥാപനങ്ങൾ എന്നിവയ്ക്കായി വീതിച്ചു കൊടുക്കുകയും ചെയ്തു. വിദേശ സഹായം സ്വീകരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിയമപ്രകാരം ഈ കണക്കുകളെല്ലാം വിവിധ ഏജൻസികൾക്ക് സമർപ്പിച്ചതുമാണ്. എന്നാൽ അരീക്കാട്ടെ ചിലർ ഒരു വിചിത്രവാദവുമായി രംഗത്തെത്തി. കുലൈബി അയച്ച 5 ലക്ഷം രൂപയും അരീക്കാട്ടെ പള്ളിക്കുള്ളതാണെന്നും അത് മുഴുവനും അവർക്ക് തന്നെ കിട്ടണമെന്നുമായിരുന്നു ആ വാദം. എന്നാൽ അവർക്ക് 3 ലക്ഷം രൂപ ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട് എന്നതോ മറ്റുള്ള പള്ളികൾക്ക് മേൽപ്പറയപ്പെട്ട തുകകൾ നൽകി എന്നതോ അവരാരും നിഷേധിച്ചിട്ടുമില്ല. ഇതാണ് പിന്നീട് എനിക്കെതിരെയുള്ള ആരോപണമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാർ ഉന്നയിച്ചതും അതിനെ പിന്തുണക്കുന്ന സമസ്തയിലെ ചിലർ പിന്നീട് കച്ചുചേരുകയും ചെയ്തത്. കൂടുതൽ തൽപര കക്ഷികൾ ഭാഗവാക്കായതോടെ ഞാൻ പണം മുക്കി എന്ന അർത്ഥത്തിലുള്ള ആരോപണം പോലുമായി അത് രൂപാന്തരപ്പെട്ടു. അരീക്കാട് പള്ളിപ്പണം മുക്കി എന്നായിരുന്നു ചന്ദ്രിക വലിയ 7 കോളത്ത് കൊടുത്ത് അരീക്കാട് പള്ളിപ്പണം മുക്കി. പിന്നെ അതുപോലെ അരീക്കാട് പള്ളിപ്പണം അമുക്കി, ഇങ്ങനെയൊക്കെ പല ഹെഡിങ്ങൾ. മാത്രമല്ല ഇത് വിശദീകരിക്കാൻ വേണ്ടി ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു നടന്ത ഹോട്ടലിൽ ഇപ്പോൾ ഒരു പരിപാടി ചേർന്നല്ലോ. അതേമാതിരി
ഒന്ന് രണ്ട് അപ്രതീക്ഷിത മൗലാനന്മാരെ എഴുന്നള്ളിച്ചു. പെട്ടെന്ന് മനുഷ്യന്മാർ സുബൈ സ്കെച്ച് രാവിലെ പത്രം നോക്കുമ്പോൾ കുറേ മൗലാനന്മാർ ഇങ്ങോട്ട് വന്നു. മൗലാന ആനമങ്ങാട്. അതുവരെ ഈ സാധനത്തിന് ആരും അറിഞ്ഞിരുന്നില്ല. എവിടെയോ ഒരു മദ്രസ എന്തോ ഒരു മൂല്യാരിയൻ ഈ സാധു. ആ സാധുവിനെ കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ നിങ്ങളാണ് മൗലാന എന്ന് പറഞ്ഞു. അങ്ങനെ മൗലാന ആനമങ്ങാട്, അങ്ങനെ പല മൗലാനന്മാരുണ്ടായിരുന്നു. അതേ സമയത്ത് ഈ AP ഉസ്താദിനെ സഹായിച്ച ആൾക്കാരോ, പിന്നെ സത്യത്തിൻ്റെ പേര് സഹായിച്ച ആൾക്കാർ പെട്ട ആളാണ് EK അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗമാകും, മൃഗം അതപ്പതിച്ചാൽ ശംസുലുലമയാകും, അങ്ങനെയാണ് അവർ പറഞ്ഞിരുന്നത്. അതുപോലെ അദ്ദേഹത്തെ വഖഫ് ബോർഡ് മെമ്പറാക്കിയപ്പോൾ ചന്ദ്രിക എഴുതിയത് മുസ്ലിം ലീഗ് വിരോധിയായ ഒരു മുസ്ലിയാരും വഖഫ് ബോർഡിലുണ്ട് എന്ന് എഴുതിയത്. അത്ര കടുത്ത വിരോധം. എന്താ കാരണം? സുന്നികൾക്ക് ഒരു സാംസ്കാരിക നിലയം വരുന്നു. ആ പ്രശ്നം. സുന്നികൾക്ക് ഒരു സാംസ്കാരിക നിലയം വരുന്നു. അതിന് മുഹമ്മദ് മാലിക് തറക്കല്ലിട്ടിരിക്കുന്നു. ആ സ്ഥലത്തിന് 15,000 റുപ്യ അഡ്വാൻസ് കൊടുത്തപ്പോഴേക്കും സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ചന്ദ്രൻ അനുവദിച്ചിരിക്കുന്നു. അവിടെ അബ്ദുള്ള കുലൈബി പള്ളി എത്തിങ്കാൻ ഉണ്ടാക്കുന്നു, വലിയ പള്ളി ഉണ്ടാക്കുന്നു. ഇതെങ്ങനെയെങ്കിലും തടയണം. അതിനോടൊപ്പം വഹാബികൾ ലീഗ് ഭരണ ദുസ്വാധീനങ്ങളിലൂടെ തട്ടിയെടുത്ത പള്ളികൾക്ക് പകരമായി അവിടെയൊക്കെ പള്ളികൾ ഉണ്ടാക്കാനുള്ള ശ്രമവും AP ഉസ്താദിൻ്റെ ഭാഗത്തായി. അതുകൊണ്ട് ഇത് മുളയോടെ നുള്ളിക്കളയണം. അതിനുവേണ്ടിയാണ് ഇവർ ഈ നിലപാടുകളൊക്കെ നടത്തിയത്. ഏതായാലും ഈ വിചിത്രവാദവുമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വല്ലാത്തൊരു പ്രതിസന്ധിയിലായി. എങ്ങനെയാണ് പ്രതിസന്ധിയാണെന്ന് പറഞ്ഞാൽ, സമസ്തൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് AP ഉസ്താദ്. ഈ എതിരാളികൾ ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തടയാൻ വേണ്ടി ഇവർ ഈ കച്ച കെട്ടിയ നുണ ഉണ്ടല്ലോ, ആ നുണയുടെ തലപ്പത്ത് ഇവർ ആരെ നിർത്തിയിട്ടുണ്ട്? സമസ്തയുടെ ഒരു മെമ്പറായ KK അബൂബക്കർ അസരത്തിനെ നിർത്തിയിട്ടുണ്ട്. ഈ KK അബൂബക്കർ അസരത്താണെങ്കിൽ പാവം കാന്തപുരത്ത് ദർസ് നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ദർസിൽ നിന്ന് നാട്ടുകാരെ മുത്താജിമ നൽകുക മുത്തഫരീദ് 10 കിതാബ് ഓതിയിട്ടുണ്ട് AP ഉസ്താദ്. അപ്പോൾ ഉസ്താദിനെ മുൻനിർത്തിയിട്ട് കണ്ടില്ലേ, അങ്ങനെയാണ് ഇത് മുളയോടുകൂടെ നുള്ളുന്നത്. പാവം KK അസരത്ത്, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ കാരണന്മാരും ഇങ്ങോട്ട് ആരടങ്ങിയാൽ ഇറ്റങ്ങൾ പേടിക്കുകയാണ്. ഇവരെന്തെങ്കിലും ചെയ്യുകയും അപ്പം പേടിച്ചിട്ട് പിന്നെ പണ്ട് KP രാമനെ പറ്റി വലിയ ലീഗുകാർ മുദ്രാവാക്യം പിടിച്ചിരുന്നു. KP രാമൻ വിമത ലീഗ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ KP രാമൻ പറയും പോലെ അല്ലേ, ഏതാ രാമ നമ്മളെ ലീഗ് ആചാരാപ്പട പറയും പോലെ. അപ്പം എന്താ KP രാമൻ നമ്മളെ MK ആജിയുടെ ഒരു ബന്ധത്തിൽ പിന്നെ ഒരു വളർത്തിക്കൊണ്ടുവന്ന ആളാണ്. അവരെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു അമ്മ, ആ അമ്മയുടെ മകൻ രാമൻ MK ആജി എന്നെ പഠിപ്പിച്ച് ഒരു സ്കൂളിൽ മാഷാക്കി സീറ്റ് വാങ്ങി കൊടുത്തു, മാഷാക്കി. അപ്പോൾ അയാൾ MK ആജി വിമതനായപ്പോൾ ഈ സ്വാദു വിമതനായി. അപ്പോൾ അതുകൊണ്ട് അയാളെ കളിയാക്കിയിരുന്നു എല്ലാ അങ്ങാടികളിലും. KP രാമൻ പറകും പോലെ, ആരാമോനെ നമ്മളെ ലീഗ്, ആചാരാപ്പട പറയും പോലെ. ഇതൊക്കെ എന്ത് തൊള്ളി തോന്നിയൊക്കെ വിളിക്കലുണ്ട്. അങ്ങനെ സെയ്ദ് ഉമ്മർ ഞാൻ മുദ്രാവാക്യം വിളിച്ചിരുന്നു. സെയ്ദ് ഉമ്മർ. അതുപോലെ ഇവിടെ ഒരു പിന്നെ തേക്കുംകാട്ടിൽ ഒരു തങ്ങൾ മത്സരിച്ചിരുന്നു. തേക്കുംകാട് പറഞ്ഞാൽ മലപ്പുറം മുണ്ടമ്പറമ്പക്ക് അങ്ങോട്ട് പോണേൻ്റെ ആ ഇറക്കിലുള്ള സ്ഥലമാണ്. അവിടെയുള്ളൊരു തങ്ങൾ CHനെതിരെ മത്സരിച്ചിരുന്നു. അപ്പം അന്ന് പിന്നെ എന്താണ് മുദ്രാവാക്യം വേണ്ടി? തേക്കും കാട്ടില്ല കള്ള, കേക്കും കാട്ടില്ല കള്ള. ഇത് ആരാണ് ഈ കാട്ടിലെ കള്ളെന്നല്ല, ഒരു സയ്യിദ് പാവം മരിച്ചു പോയി ഇപ്പോൾ കേൾക്കണില്ല. ഇത്രയാണ് ഏറ്റക്കായത്. ആ ഭാര്യ തങ്ങന്മാരിങ്ങനെ, തങ്ങന്മാരെന്ന് പറഞ്ഞു റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളല്ലേ, ആ പേരക്കുട്ടികളിങ്ങനെ ആക്ഷേപിക്കുക, അതൊന്നും പ്രശ്നമില്ല. പിന്നെ ലീഗല്ല ഞാൻ പിന്നെ എന്തും അവിടെ നടക്കും, എന്തും പറയും. അങ്ങനെയല്ലേ ശംസുലുലമയെ പറ്റി പറഞ്ഞ്, ശംസുലുലമയെ പറ്റിക്ക് എന്താ പറഞ്ഞത്? അതല്ലേ, മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗമാകും, മൃഗം അതപ്പതിച്ചാൽ ശംസുലുലമയാകും. അങ്ങനെ എന്തെല്ലാം പിന്നെ പുയ്ക്കുത്തുകളാണ് ഇവർ നടത്തിയത്. നഊദു ബില്ലാഹ്. അതൊക്കെ അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങാത്തത് അന്നത്തെ ആലിമീങ്ങളുടെ ദുആയും. അവരൊക്കെ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട്, ഈ വിവരക്കമ്മികൾ ഈ ചെയ്യുന്ന തോന്നിയാസം കാരണം ഈ ഭൂമിയെ നീ നശിപ്പിക്കല്ലേ അല്ലാഹ്, പൊട്ടിക്കരഞ്ഞു ആലിമീങ്ങൾ. അല്ലെങ്കിൽ അദാബ് ഇറങ്ങൂലേ? ആ നിലയ്ക്കുള്ള തോന്നിയാസല്ലേ നടത്തിയത്. വർഷങ്ങളോളം ഈ വിവാദം തുടർന്നു. സത്യത്തിൽ ഈ പ്രശ്നം ഇത്ര രൂക്ഷമാകേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല.
ആരോപണം ഉയർന്നപ്പോൾ തന്നെ ഷെയ്ഖ് കുലൈബി അരീക്കാട് പള്ളി കമ്മിറ്റിക്ക് കത്തയക്കുകയും അത് ചില പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. 3 ലക്ഷം രൂപ മാത്രമേ അരീക്കാട് പള്ളിക്ക് നൽകിയിട്ടുള്ളൂ എന്നും അതിൻ്റെ കണക്കുകൾ കമ്മിറ്റി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ കത്ത്. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാ കുലൈബി ഒരു കത്തയച്ച് ഞാൻ ഷെയ്ഖ് അബൂബക്കർ വഴി 3 ലക്ഷങ്ങളെ പള്ളിപ്പണിക്ക് കൊടുത്തയച്ചിന് അതിൻ്റെ രസീറ്റ് അതിൻ്റെ വരവ് ചെലവ് കണക്കാക്കി 3 ലക്ഷം കിട്ടി എന്തൊക്കെ ചിലവാക്കി എന്നുള്ളൊരു രേഖ എനിക്ക് തരണട്ടോ എന്ന് പറഞ്ഞ് ഈ സാധു കത്തയച്ചിന്. അന്ന് ഇവർക്ക് ബാധകമല്ല. കുലൈബി തൻ്റെ പ്രതിനിധിയായി അയച്ച സഹോദരൻ സയ്യിദ് സഈദ് അബ്ദുള്ള കുലൈബി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കുകയുണ്ടായി. അന്ന് കുലൈബിക്ക് അബ്ദുള്ള കുലൈബിക്ക് ഇവിടെ വരാൻ പറ്റാത്തൊരു പ്രയാസങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം വിദേശത്ത് ചികിത്സക്ക് പോയിരുന്നു. ആ സമയത്ത് അവിടെ ഈ ദുരാരോപണം കൊടുമ്പിരി കൊണ്ട് അന്ന് ചന്ദ്രിക പത്രത്തിൻ്റെ വരിക്കാരനാണ് ഞാൻ. എൻ്റെ ചരിത്രം കേൾക്കണങ്ങൾ, ഞാൻ ആദ്യമായിട്ടൊരു ജോലി അയച്ചത് വടശ്ശേരി മദ്രസയിൽ 5ാം ക്ലാസ് പഠിച്ചു. പിന്നെ സ്കൂളിൽ 6ാം ക്ലാസ് വരെ പോയി. സ്കൂളിലേക്ക് പിന്നെ രചന എഴുതാൻ ബുക്ക് അതുപോലുള്ള സംഗതി അതൊന്നും പാപ്പാക്ക് വാങ്ങിത്തരാൻ കഴിയില്ല. അങ്ങനെ സ്കൂൾക്ക് പോക്ക് നിന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പള്ളിയിൽ നാട്ടിലെ ദർസിൽ ഓതാൻ പോയി. ഞാൻ സ്കൂൾ നിർത്തിയിട്ട് എൻ്റെ മാഷന്മാർ അന്നമ്മ ടീച്ചർ, അതുപോലെ ലാൻസർ മാസ്റ്റർ, ഫ്രാൻസിസ് മാസ്റ്റർ എന്നൊക്കെ തെക്കന്മാരാണല്ലോ ഇവിടുത്തെ അധ്യാപകന്മാർ, എൻ്റെ വീട്ടിൽ തിരഞ്ഞു വന്നിരുന്നു. എങ്ങനെയെങ്കിലും സ്കൂളിലേക്ക് പറഞ്ഞേക്കണം. അന്ന് ഇന്നത്തെ മാതിരി ചാരിറ്റി ഇല്ല. ഇന്നിപ്പോൾ PTA ഫണ്ട്, PTA കമ്മിറ്റി എന്തൊക്കെ ഉണ്ട്. ഒരു കുട്ടി ഇപ്പോൾ പഠനം മുടങ്ങുന്ന സാഹചര്യമില്ല. പുസ്തകം കിട്ടാത്തത് കൊണ്ടും അതുപോലെ പേനില്ലാത്തത് കൊണ്ടും ഒക്കെയാണ് ഞാൻ സ്കൂൾ മുടക്കിയത്. അങ്ങനെ ഞാൻ നാട്ടിലെ ദർസിൽ പഠിച്ചു. വടശ്ശേരി ദർസിൽ പഠിക്കുമ്പോൾ കമ്മിറ്റിക്കാർ തീരുമാനിച്ചു എന്നാൽ മൂല്യേറെ ചെലവുണ്ടല്ലോ പണി ഓനെ ഏൽപ്പിക്കുക. അങ്ങനെ ഞാൻ കുറേ ചെലവ് കൊണ്ടുവന്നു കൊടുത്തു. അപ്പോൾ എനിക്ക് നല്ല ഭക്ഷണം കിട്ടും, ഉസ്താദിനൊരു കാര്യമായി ചെലവ് കൊണ്ടുപോയി കൊടുക്കാൻ ആളായിരുന്നു. അപ്പോൾ കമ്മിറ്റി കൂടി കാണ്ട് എനിക്ക് ദിവസം 25 പൈസ ശമ്പളം നിശ്ചയിച്ചു. ദിവസം 25 പൈസ. അപ്പോൾ ഞാൻ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെയുള്ള പണി അന്ന് ഈ അങ്ങാടികളൊക്കെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഈ പിന്നെ CH ഷിയാബ് തങ്ങളെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ ഇവരിങ്ങനെ എന്തോ മനോഹരമായി വരച്ചിട്ട് ഒരു മീശിൻ താടിയൊന്നുമില്ലല്ലോ. അപ്പോൾ ആ കറുത്ത തൊപ്പിട്ട് കണ്ടുള്ള ആ ഫോട്ടോ ഇങ്ങനെ വെച്ചാൽ അതിങ്ങനെ എന്തായാലും പറയാം, അതിന് പൈസ ഇട്ടിട്ട് എന്തോ കറക്കിക്കാണ്ട് നമ്മൾ ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ നറുക്ക് കിട്ടിയാൽ നമുക്ക് കലണ്ടർ കിട്ടും. 5 പൈസ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് 5 കലണ്ടർ 6 കലണ്ടറൊക്കെ കിട്ടും, 10 കലണ്ടറൊക്കെ കിട്ടും. ഒരു 10-20 ഉറുപ്പ്യ 10-20 പൈസ, അതായത് 5 പൈസ 10 പൈസ അങ്ങനെ 20 പൈസ അങ്ങനെ ചിലവാക്കിയാൽ 10 കലണ്ടറൊക്കെ കിട്ടും. ചിലപ്പോൾ 5 കലണ്ടർ കിട്ടും, ചിലപ്പോൾ കിട്ടൂല. അപ്പം ഞാൻ CH ഷിയാബ് തങ്ങൾ, പൂക്കോയ തങ്ങൾ, അതൊക്കെ പൂക്കോയ തങ്ങൾ ഒരു നല്ല കോട്ടിട്ടൊരു ഫോട്ടോ ഉണ്ട്. ആ കലണ്ടറുകളൊക്കെ വാങ്ങി പരിയിൽ പോയവർക്ക് ചുമരൊന്നുമില്ല എങ്കിലും അവിടെ ആ തൂൺമലൊക്കെ കിട്ടി ഇങ്ങനെ ഒട്ടിച്ചു തൂക്കും. അത്ര ഒരു ലീഗിൻ്റെ നേതാക്കന്മാരുടെ ആദരവും. ശരിക്കും അങ്ങനെ ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ ഒന്നും വീട്ടിൽ വെക്കാൻ പാടില്ല, റഹ്മത്തിൻ്റെ മലക്കുകൾ വരൂല, അതൊക്കെ ഇപ്പോൾ ഉള്ള നിയമമാണെങ്കിൽ പോലും അന്നൊന്നും നമുക്കത് അറിയില്ല. നമ്മൾ മദ്രസ 5 വരെയല്ലേ പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നു, ഞാൻ ശമ്പളക്കാരനായി. ദിവസം 25 പൈസ. അപ്പോൾ 25 പൈസ ആകുമ്പോൾ ഇപ്പോൾ എത്ര ഉണ്ടാകുക, പിന്നെ 2 5 7 ഉറുപ്പ്യല്ല ഉണ്ടാകുക. അന്ന് ചന്ദ്രികൻ്റെ ദിവസക്കൂലി ചെലവ് വരിസംഖ്യ 25 പൈസയാണ്. 4 പേജേ ചന്ദ്രിക ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ചന്ദ്രികൻ്റെ ഏജൻറ്റ് നമ്മൾ കാണില്ല. അങ്ങനെ പോണ ബസ്സിൽ നിന്ന് ആകെ അന്ന് ഒരു ബസ്സേ ഉള്ളൂ എടവണ്ണ അരീക്കോട് റൂട്ടിൽ. അതിൽ രാവിലത്തെ ബസ് വരുമ്പോൾ ഇത് ആകെ വടശ്ശേരി അങ്ങാടിയിൽ അന്നൊരു കടയുള്ളൂ. ആ കടൻ്റെ മുന്നിലേക്ക് എറിയലാണ് പത്രം. 2-3 കോപ്പി ഉണ്ടാവും. അപ്പം അതിൽ എൻ്റെ സിറാജ് എൻ്റെ പിന്നെ ചന്ദ്രിക, അന്ന് സിറാജ് ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാൻ ആദ്യ ശമ്പളക്കാരനാകുന്നത് എൻ്റെ നാട്ടിലെ മുദരിസിന് ചെലവ് കൊടുത്തിട്ട് അതുവഴി കിട്ടുന്ന 7,000 പിന്നെ എത്രയായിട്ട് പിന്നെ 2,500 2,500 5 7,500 7 ഉറുപ്പ്യ 500 പൈസയല്ലേ, 7,500. അതാണ് ഒരു മാസത്തെ ചന്ദ്രികയുടെ വരിസംഖ്യ. അങ്ങനെ ഈ പൈസ കൊണ്ട് ചന്ദ്രിക വരുത്തുന്ന ആളാണ്. അങ്ങനത്തെ ലീഗുകാരനാണ് ഞാൻ. അന്ന് പിന്നെ എല്ലാവരും അങ്ങനെയല്ലേ, നാട്ടിലൊക്കെ അങ്ങനെ ലീഗ്. പള്ളിക്കലല്ലേ, പള്ളിക്കല മേറാബ് തന്നെയല്ലേ കലണ്ടർ പൂക്കുക, ചന്ദ്രിക കലണ്ടർ. അതുപോലെ പത്രം ഒന്ന് പേരിൽ പള്ളിക്കാണ് വരിക, അതാണ് പള്ളിൻ്റെ വരാന്തയിലുണ്ടോ. കാരണം അന്ന് ഈ മരണ വാർത്തയൊക്കെ ചന്ദ്രിക മാത്രമല്ലേ വരുള്ളൂ. നിസ്കാര കണക്കും ചന്ദ്രിക കണക്ക് അങ്ങനെയല്ലേ നോക്കല് ആ കാലഘട്ടത്തിൽ. അപ്പോൾ ചന്ദ്രിക ഞാൻ വരുത്തിയത്.
ആ ഒരു കാലഘട്ടത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ ആളുകളൊക്കെ പിന്നെ ലീഗിനെതിരെ ചിന്തിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ ലുൽമാണ്. ഈ ആലിമീങ്ങളെ തെറി പറയുക, സയ്യിദന്മാരെ തെറി പറയുക, മർക്കസിന് പ്രവർത്തനം നിർത്തുക, വഹാബികൾ തട്ടിക്കൊണ്ടുപോയ പള്ളികളൊക്കെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് എ.പി. ഉസ്താദ് കഷ്ടപ്പെട്ട് ഒരു പള്ളി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് മുടക്കുക, അത് തടയുക, ഇങ്ങനെയൊക്കെ പോകാൻ. ഏതായാലും അബ്ദുള്ള കുലൈബിക്ക് സുഖമില്ലാത്ത സമയത്ത് തൻ്റെ പ്രതിനിധിയായി സഹോദരനെ കോഴിക്കോട്ടേക്ക് അയച്ചു. അദ്ദേഹം പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തി ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല ഇവരുടെ ലക്ഷ്യം. ആക്രമിക്കുക, അപമാനിക്കുക, അങ്ങനെ സമസ്തയിൽ ചേരിത്തിരിവുണ്ടാക്കുക, ഇങ്ങനെയാണ് അവർ ലക്ഷ്യപ്പെട്ടത്. അതുകൊണ്ട് അവർ രാഷ്ട്രീയക്കാർ പിന്നെ അങ്ങനെയല്ലേ, അവർക്ക് ഉളുപ്പ് എന്ന സംഗതി. വേറെ ഏതൊരു ചങ്ങായി പറഞ്ഞില്ലേ, ഇടയ്ക്ക് പലതും വിളിച്ച് പറഞ്ഞു ഉളുപ്പ് എന്ന് പറയില്ല, അങ്ങനത്തെ അയാൾ പറഞ്ഞതിൽ ഇഷ്ടപ്പെട്ട വാക്ക് എനിക്ക് തോന്നുന്നതാണ് ഉളുപ്പ്. ഈ ഉളുപ്പില്ലാത്ത വിഭാഗമല്ലേ, ആ വിഭാഗം ചേരിത്തിരിവുണ്ടാക്കാൻ വേണ്ടി വമ്പിച്ച ക്യാമ്പയിൻ നടത്തി. ഗ്രാമാന്തരങ്ങളിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചു. വ്യാജ വാർത്തകളും പ്രസ്താവനകളും പ്രസിദ്ധീകരിച്ചു. എൻ്റെയും സഹപ്രവർത്തകരുടെയും പ്രവർത്തനങ്ങളോടുള്ള ശത്രുതയുടെ ആഴവും പരപ്പും ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഈ പ്രചരണങ്ങൾ. സ്വന്തമായി ഒരു പത്രമില്ലായിരുന്നതിൻ്റെ പരിമിതി സുന്നികൾക്ക് ബോധ്യപ്പെട്ട കാലമായിരുന്നു അത്. എന്നിട്ട് ചെറിയ സഹകരണം, നമ്മൾ PMA സലാമിനെ നമ്മൾ ഓർക്കണം. ഇപ്പോഴത്തെ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി PMA സലാമില്ലേ, അദ്ദേഹം കോഴിക്കോട്, അയാൾ പീച്ചിമണ്ണിൽ മുഹമ്മാജിൻ്റെ മകനാണല്ലോ, തിരുവങ്ങാടി. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉപ്പാക്കോ ഒരു ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു ലീഗ് ടൈംസ്. അപ്പോൾ ഈ രാത്രി ഡ്യൂട്ടിക്ക് PMA സലാം അവിടെ ഉണ്ടോ. അപ്പം പിന്നെ ലീഗ് വിരോധം കൊണ്ട് എന്ത് ചെയ്യും, ഈ A.P. ഉസ്താദിനെ ഇങ്ങനെ ഈ നിലക്ക് ബുദ്ധിമുട്ടാക്കുമ്പോൾ അവരെന്ത് ചെയ്യും, കുറഞ്ഞ വാർത്തകളെന്തോ ഇവർ കൊടുക്കും. ആകെ പന്നുണ്ടായിരുന്നൊരു ആശ്വാസം അതാണ്, ഒരു കുറഞ്ഞ വാർത്ത. ആ കുറഞ്ഞ വാർത്തയൊക്കെ തന്നെ ഭയങ്കര സംഭവമായിട്ടോ. അത് നമുക്ക് വരുമ്പോൾ ഒന്നുകൂടി പറയേണ്ടതുണ്ട്. അല്ലാതെ നമുക്ക് യാതൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ഒരു മതപണ്ഡിതൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും എൻ്റെ വിശ്വാസ്യത ബോധ്യപ്പെടുത്തേണ്ടത് വ്യക്തിപരമായ ബാധ്യതയാണ് എന്ന നിലക്ക് വസ്തുതകൾ അന്വേഷിച്ച് സമസ്ത ഉചിതമായ നടപടിയെടുക്കണമെന്നും മുശാവറ എടുക്കുന്ന ഏതൊരു തീരുമാനവും അനുസരിക്കുമെന്നും SSF ദശവാർഷിക സമ്മേളന വേദിയിൽ ഞാൻ പരസ്യമായി പ്രഖ്യാപിച്ചു. SSFിൻ്റെ 10ാം വാർഷികമൊക്കെ ഇവർ മുടക്കുകയാണ്. എന്നാൽ അതൊക്കെ നടന്നു കുട്ടികൾ, അൽഹംദുലില്ലാ. അതൊക്കെ അതിന് മുന്നിൽ നിന്ന ഒരാളാണ് PK അബ്ദുറഹ്മാൻ മാഷ്. അദ്ദേഹത്തിന് ചെറിയൊരു അസുഖമായിട്ട് വിശ്രമിക്കുകയാണ്. അള്ളാഹു തആല ശിഫ കൊടുക്കട്ടെ. ഇത് സംബന്ധിച്ച് മുശാവറക്ക് ഒരു ഹർജിയും ഞാൻ നൽകി. എൻ്റെയും അരീക്കാട് പള്ളി കമ്മിറ്റിയുടെയും പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും വിദേശയാത്രയിലായ ജനറൽ സെക്രട്ടറി E.K. അബൂബക്കർ മുസ്ലിയാർ തിരിച്ചെത്തിയ ശേഷം കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് ഉള്ളാൾ തങ്ങളും കോട്ടുമല അബൂബക്കർ മുസ്ലിയാരും പ്രസ്താവനയിൽ അറിയിച്ചു. അന്ന് E.K. അബൂബക്കർ മുസ്ലിയാർ UAE പോയിരുന്നു. അന്നാണ് അവിടെ അലിയുൽ ഹാഷിമിയോ ഏതോ ഒരു പണ്ഡിതൻ E.K.യുടെ ക്ലാസ് കേട്ടിട്ട് ഇതെന്താണ്, ആലിമു കേരളയല്ല ആലിമുൽ ആലമാണ് എന്നൊക്കെ പറഞ്ഞൊരു ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നല്ലോ. അത് ഈ യാത്രയിലാണ്, അദ്ദേഹം UAE-യിലാണ്. ഏതായാലും അത് വരട്ടെ, എന്നിട്ട് നമുക്ക് വിശദമായ മറുപടി നൽകാമെന്നും ഒരു തീരുമാനമെടുക്കാമെന്നും കോട്ടുമല അബൂബക്കർ മുസ്ലിയാരും അതുപോലെ വൈസ് പ്രസിഡൻ്റായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി താജുൽ ഉലമയും പ്രസ്താവനയിൽ അറിയിച്ചു. അങ്ങനെ 1984 ജൂലൈ 9 ചേർന്ന മുശാവറ വിഷയം ചർച്ചക്കെടുത്തു. ഡേറ്റൊക്കെ ഒന്ന് ഓർക്കണമല്ലാണ്. 1984 ജൂലൈ 9 ചേർന്ന്. അപ്പോൾ ജൂലൈ ഇപ്പം എത്രയാണ്, ഇന്ന് ജൂലൈ 10 അല്ലേ. അപ്പോൾ ഇത് നമ്മളെ വായനയും ഈ വിഷയാവതരണവും മാസങ്ങളൊക്കെ ഒത്തുവരുന്നുണ്ട്. 1984 ജൂലൈ 9 ചേർന്ന മുശാവറ വിഷയം ചർച്ചക്കെടുത്തു. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരായിരുന്നു അധ്യക്ഷൻ. അരീക്കാട് പള്ളിക്കാരുടെ പരാതി ആദ്യം വായിച്ചു. ഷെയ്ഖ് കുലൈബിയുടെ ഒരു കത്തും സമസ്തയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ജനറൽ സെക്രട്ടറി അറിയിച്ചു. നോക്കണം, ആ കത്ത് അതിന് മുമ്പ് ആർക്കും അറിയില്ല. എനിക്ക് ദുബായ് UAE വന്നു. പിന്നെയാണ് 84 ജൂലൈ 9 മുശാവറ ചേരുന്നത്. ആ മുശാവറയിൽ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷം വഹിച്ചു. അതിൽ സ്വാഗതം പറഞ്ഞ E.K. അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ സെക്രട്ടറി. അരീക്കാട് പള്ളിക്കാരുടെ ഒരു കത്തുണ്ട്, അതുപോലെ അബ്ദുള്ള കുലൈബിയുടെ കത്തുണ്ട്. ഇത് ചർച്ച ചെയ്യലാണ് ഇന്നത്തെ മീറ്റിംഗ് എന്ന് യോഗത്തെ അറിയിച്ചു.
ആ കത്ത് തുറക്കുന്നതിൻ്റെ മുമ്പ് ഇക്കാര്യത്തിൽ ശരീഅത്തിന്റെ വിധി എന്താണെന്ന് നാം തീരുമാനിക്കണം. ഇക്ക പറയണം, അരീക്കാട് പള്ളിക്കാർ അവകാശപ്പെടുന്നത് പോലെ 5 ലക്ഷം രൂപ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് കത്തിൽ കുലൈബി പറയുന്നതെങ്കിൽ കുലൈബയുടെയും, അഥവാ കുലൈബിൻ്റെ പേര് അപ്പം മുവക്കിലായി, എ പിയുടെയും, അപ്പം എ പിൻ്റെ പേര് വക്കീലായി, ഏൽപ്പിച്ച ആളല്ലേ, മറ്റാൾ ഏൽപ്പിക്കപ്പെട്ടാളും അഭിപ്രായങ്ങൾ വ്യത്യാസമാകും. അതായത് അരീക്കാട് പള്ളിക്കാരുടെ വാദം എന്താണ്? കുലൈബി ഞങ്ങൾക്ക് 5 ലക്ഷം ഉറുപ്പ്യ ഞങ്ങളെ പള്ളിപ്പണിക്ക് ഏപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിൽ 3 ലക്ഷം ഉറുപ്പ്യ കിട്ടിയിട്ടുള്ളൂ, 2 ലക്ഷം അദ്ദേഹം കട്ടു, അപ്പം അതിന് പരിഹാരം വേണം. എന്താ എ പി ഉസ്താദിന്റെ കത്ത്? എന്നെപ്പറ്റി നടക്കുന്ന ദുരാരോപണങ്ങൾ അന്വേഷിച്ച് ഒരു തീർപ്പുണ്ടാക്കി സമുദായത്തെ ബോധ്യപ്പെടുത്തണം, സമൂഹത്തെ ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ആ കത്തുണ്ട്. ആ കത്ത് പരിഗണിച്ചിട്ടാണ് 84 ജൂലൈ 9 മീറ്റിംഗ് വിളിക്കുന്നത്. ആ മീറ്റിംഗ് റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരാണ് അധ്യക്ഷൻ. സ്വാഗതം പറയുന്ന സെക്രട്ടറി ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരാണ്. അതേ ആമുഖമായി തന്നെ പറഞ്ഞു 3 കത്തിൻ്റെ പരിഹാരമാണിത്. ഒന്ന്, എ പി അബൂബക്കർ മുസ്ലിയാർ തനിക്കെതിരെ ചിലർ നടത്തുന്ന ആരോപണങ്ങൾ നിജസ്ഥിതി അന്വേഷിച്ച് ഒരു മറുപടി തരണം, സമൂഹത്തെ ഇതിൽ വിപത്ത് നിന്ന് രക്ഷപ്പെടുത്തണം. 2, അരീക്കാട് പള്ളി കമ്മിറ്റിക്കാർ പറയുന്നു അബ്ദുള്ള കുലൈബി 5 ലക്ഷം അവനെ പള്ളിക്ക് വേണ്ടി എ പി ഏൽപ്പിച്ചിട്ടുണ്ട്, അതിൽ 3 കിട്ടിയിട്ടുള്ളൂ, 2 അദ്ദേഹം അമുക്കിയിട്ടുണ്ട്. ഇതുവരെ ചർച്ച ചെയ്യണം. അതുപോലെ മൂന്നാമത്തെ കാര്യം, അബ്ദുള്ള കുലൈബി മുഷാവറക്കർ കത്തയച്ചിട്ടുണ്ട്, ആ കത്ത് പൊട്ടിച്ചിട്ടില്ല, അതും പറയുന്നുണ്ട്. അപ്പം ആ കത്ത് പൊട്ടിക്കുന്നതിൻ്റെ മുമ്പ്, അത് പൊട്ടിച്ചറിഞ്ഞാൽ പിന്നെ മറ്റേ 2 കത്തിനും പരിഹാരമായല്ലോ. അപ്പം ഈക്ക് പറയാണ്, ഈ കത്ത് പൊട്ടിക്കുന്നതിന് മുമ്പ് ഇവിഷയത്തിൽ ഒരു ശരീഅത്തിന്റെ ഒരു നിയമം പറയേണ്ടതുണ്ട്. അതാരാ പറയേണ്ടത്? അധ്യക്ഷൻ കണ്ണിയത്ത് ഉസ്താദ് പറയണം. എന്താണത്? ഈ കത്തിൽ അബ്ദുള്ള കുലൈബി 5 ലക്ഷം അരീക്കാട് പള്ളിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് എഴുതിയാൽ എ പി കള്ളം പറഞ്ഞല്ലോ, ഈ നടപടി വേണം. അല്ല 3 ലക്ഷം കൊടുത്തിട്ടുള്ളൂ എന്നാണ് ഈ കത്തിലുള്ളതെങ്കിൽ അരീക്കാട്ട് പള്ളിക്കാർ, അതുപോലെ ചന്ദ്രിക പത്രും ലീഗാരും കള്ളം പറഞ്ഞല്ലോ, അപ്പം അതിലൊരു എന്താണ് അതിൻ്റെ ശരീഅത്തിന്റെ വിധി, അതിവിടെ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ മുവക്കിലിൻ്റെയും വക്കീലിൻ്റെയും, അഥവാ അബ്ദുള്ള കുലൈബിൻ്റെയും എ പി ഉസ്താദിൻ്റെയും അഭിപ്രായങ്ങൾ വ്യത്യാസമാകും. മുവക്കിലും വക്കീലും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ വാദം സ്ഥിരപ്പെടാൻ മുവക്കിൽ സത്യം ചെയ്യണം. അബ്ദുള്ള മാലിക്ക് സത്യം ചെയ്യണം, അബ്ദുള്ള കുലൈബി സത്യം ചെയ്യണം. ആമുഖമായി കണ്ണിയത്ത് ഇത്രയും പറഞ്ഞു, അതെല്ലാവരും അംഗീകരിച്ചു. ഇതിനൊക്കെ ചെറിയ ഭാഗങ്ങളൊക്കെ 60-ാം വാർഷിക സുവരിലുണ്ട് കേട്ടോ. ദുസ്താദിന്റെ ബുക്കാണ് ഞാൻ വായിക്കുന്നത്. ശേഷം മീക്കിയ അവറുകൾ അബ്ദുള്ള കുലൈബിന്റെ കത്ത് വായിച്ചു. അരീക്കാട് പള്ളിക്ക് 3 ലക്ഷം മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. നീണ്ട കാലത്തെ വിവാദങ്ങൾക്ക് അതോടെ വിരാമമായി. സമസ്ത മുഷാവർക്ക് ഇനി ഈ വിഷയത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളാനില്ല. അതിൻ്റെ സത്യം എന്താ അവസ്ഥ തീരുമാനിക്കുന്നത്? പൈസ കൊടുത്ത ആൾ പറഞ്ഞില്ലേ, ഇനിയും പരാതി ഉണ്ടെങ്കിൽ കുലൈബിയുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊള്ളൂ എന്ന് അരീക്കാട്ടെ പരാതിക്കാരെയും അറിയിച്ചു. ഈ വിവാദങ്ങൾ നടക്കുന്നതിനിടെയായിരുന്നു അബൂദാബിയിൽ ഷെയ്ഖ് കുലൈബി നിർമ്മിച്ച പള്ളിയുടെ ഉദ്ഘാടനം പരിപാടിക്ക് എന്നെയും ക്ഷണിച്ചിരുന്നു. അതാ ഞാൻ ലീഗ് ടൈംസിനെ പറ്റി പറഞ്ഞപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് പറയേണ്ടതാണ്. അതായത് ഞാൻ ഇപ്പോഴും ഓർക്കും, അത് ഇപ്പോൾ തിരഞ്ഞാൽ ആ ലീഗ് ടൈംസ് കത്തിലോട്ട് കിട്ടാൻ മതി. ആ ലീഗ് ടൈംസ്, അതായത് ഈ വിഷയം കഴിഞ്ഞു, അബ്ദുള്ള കുലൈബി അബൂദാബിയിൽ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഉദ്ഘാടനം ആ പരിപാടി നടക്കുകയാണ്. അവിടെ ഇപ്പോഴത്തെ മാതിരി സമ്മേളനം നടക്കൂല, നിസ്കാരം, അതിൽ പ്രഗത്ഭരൊക്കെ പങ്കെടുക്കും. അതിലേക്ക് എ പി ഉസ്താദിനെ ക്ഷണിച്ചു. അന്നലെ ചന്ദ്രിക പച്ചപ്പൊള്ള് കാന്തപുരത്തെ ക്ഷണിച്ചിട്ടില്ല, നുണ പറയാണ്, ഒക്കെ ചന്ദ്രികയിലാണ് വരുന്നത്. ചന്ദ്രിക ഒരു പൊളിറ്റിക്കലി പത്രമാണ്, പക്ഷെ അതൊക്കെ മറന്നു, രാഷ്ട്രീയമൊക്കെ അവർ ഒഴിവാക്കി. അവർ ഇതെന്തെങ്കിലും ഒരു തീരുമാനമാകണം, അതായത് സമസ്തനെ 2 ആക്കണം. ഇത്ര കാലം, ഇത് 84 പിന്നെയും 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് സമസ്ത 2 ഇവർ പണിയെടുത്ത് അങ്ങനെ പോവാണ്. അങ്ങനെ അന്നാണ് ഞാൻ ലീഗ് ടൈംസ്, അന്ന് അത് എന്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പത്രമാണ്, പക്ഷേ മനോഹരമായൊരു ചിത്രം, അബ്ദുള്ള കുലൈബിയുടെ പള്ളി ഉദ്ഘാടന വേദിയിൽ
AP ഉസ്താദ് നിൽക്കുന്ന മനോഹരമായ ഛത്രം ലീഗ് ടൈംസ് കൊടുത്തിട്ട് പറഞ്ഞു, ലീഗുകാരൻ നുണ പൊളിയുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിം അബുദാബിയിൽ ഷെയ്ഖ് അബ്ദുള്ള കുലൈബിയുടെ മസ്ജിദുൽ ഖാന വേദിയിൽ പങ്കെടുത്തപ്പോൾ ഫോട്ടോ. ഈ UAE ഔഖാഫ് മന്ത്രിയായിരുന്ന സയ്യിദ് മുഹമ്മദ് ഇബ്നു ഹസൻ ഖദറജി, ഖദറജി, മറ്റൊരു അദ്ദേഹമായിരുന്നു മറ്റൊരു അതിഥി. അതായിരുന്നു ഞാനും ഷെയ്ഖ് കുലൈബിയും തമ്മിലുള്ള പരസ്പര ബന്ധവും വിശ്വാസ്യതയും. നോക്കൂ നിങ്ങൾ, ഇവരെന്ത് പറഞ്ഞാലും ആദ്യം പറഞ്ഞില്ലേ, ഇവരെ കത്തുകൊണ്ട് കുലൈബിക്ക് അയച്ച കത്തുകൊണ്ടാണ്, എന്നാൽ പിന്നെ ഞാൻ പള്ളിയും കൂടി ഉണ്ടാക്കി തരാമെന്ന് കുലൈബി പറഞ്ഞു. ഇപ്പം അബ്ദുള്ള കുലൈബി പിന്നെ ആ പള്ളി കാലത്തിന് വിളിച്ചോടുകൂടെ എന്തായി AP ഉസ്താദ് വീണ് കിട്ടിയത്? അവിടുത്തെ ഔഖാഫ് മിനിസ്റ്ററായ സയ്യിദ് മുഹമ്മദ് ഇബ്നു ഹസൻ ഖദറജിയുമായി ഉസ്താദ് അടുത്ത കൂട്ടുകാരനായി. അത് ഉസ്താദിന് അവിടെ ആകെ ഫത്തുഹായി. അബ്ദുള്ള കുലൈബി അലീബിൻ മുഹമ്മദ് മാലിക് തറക്കലിടാൻ വന്നതോടുകൂടെ എന്തായി? അദ്ദേഹം വിശ്വപ്രസിദ്ധനായ പണ്ഡിതൻ എന്ന നിലയിൽ വലിയ ആലിമീങ്ങൾക്ക് ദർശനം നടത്തുന്ന ആളാണ്. അവരോടൊക്കെ ഞാൻ മർക്കസ് പോയി, ഷെയ്ഖ് അബൂബക്കറിന്റെ നാട്ടിൽ പോയി, അവിടെ ഒരു സുന്നി സാംസ്കാരിക നില ഞാൻ ശിരട്ടു, അത് എൻ്റെ മർക്കസാണെന്ന് അറിഞ്ഞുകൊണ്ട് ലോക പണ്ഡിതന്മാരെ മർക്കസിലേക്ക് ആകർഷിപ്പിച്ചു. ഇവരെ നുണകളൊന്നും വേവാതിരുന്ന എന്താണ്? ഉസ്താദിന് അള്ളാഹു തആല ഫത്ഹാക്കി കൊടുത്ത ഇത്തരം വഴികളാണ്. ഇപ്പം UAE മിനിസ്റ്ററും ഉസ്താദിന് ദോസ്തായതോടുകൂടെ ഉസ്താദിന് ഫത്ഹാകാണ്. മർക്കസിന്റെ ശിലാസ്ഥാപനം കഴിഞ്ഞ് 2 വർഷത്തിനകം സ്ഥാപനങ്ങൾ തുടങ്ങണമെന്നതായിരുന്നു പദ്ധതി. പക്ഷേ ഈ പിത്തനകാരനെ ഇതിപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. ഉദ്ദേശിച്ചത്ര വിഭവങ്ങൾ സമാഹരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് 1979 ഒക്ടോബർ 21 ഒക്കെ ശ്രദ്ധിക്കണേ, 1979 ഒക്ടോബർ 21 ഖത്തറിലേക്ക് പോകുന്നത്. ദോഹയിലെ TA ഖാദിർകുട്ടി ഹാജി തിക്കോടി, TV അബ്ദുൽ ഖാദിർ ഹാജി മാമ്പ, CGS തങ്ങൾ മമ്പാട് എന്നിവർ ചേർന്നാണ് വിസ അയച്ചു തന്നത്. വിജയവാഡയിൽ നിന്നും ബോംബെയിലേക്ക് പോയി അവിടെ നിന്നാണ് യാത്ര. ഖുവത്തുൽ ഇസ്ലാം മദ്രസ, ബോംബെ കേരള മുസ്ലിം ജമാഅത്ത് ഹാൾ, വർലി, ബോംബെ കലീന, ബോംബെ മൂരിയാട് ജുമാഅത്ത് എന്നിവിടങ്ങളിലെ സ്വീകരണ യോഗങ്ങളിൽ മർക്കസിനെ പരിചയപ്പെടുത്തുകയും കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തു. രാവിലെ 8:30 മണിക്കുള്ള ഗൾഫ് എയർ ഫ്ലൈറ്റിലാണ് യാത്ര. ദോഹയിലെത്തിയപ്പോൾ VMA കരീം ഹാജി, VPA പൊയ്ലൂർ, TA ഖാദിർകുട്ടി, V ഹുസൈൻ ഹാജി, MPK മുഹമ്മദ് ഹാജി, K മൂസ, പ്രൊഫസർ P മമ്മു, MS സർഫുദ്ദീൻ എന്നിങ്ങനെ നിരവധി പേരുണ്ട് കാത്തിരിക്കുന്നു. അവർക്കൊക്കെ അല്ലാഹു, ഇതിലൊക്കെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. എല്ലാവരുടെ ദർജയും അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. ജീവിക്കുന്നവർക്ക് അല്ലാഹു ഐശ്വര്യമുള്ള ദീർഘായുസ്സ് നിലനിർത്തി കൊടുക്കട്ടെ. അതെനിക്ക് വലിയ സന്തോഷമായി. വലിയ മഹാന്മാർ കാത്തിരിക്കല്ലേ. ഇവിടെ നാട്ടിൽ ഇങ്ങനെ ഒരുമ്പല്ലേ ഇവര്. ഇപ്പൊ അല്ലാഹു റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കി അൻത മജ്നൂനി, ഭ്രാന്തനാണ്. റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല വലിച്ചിടുക. ആ ഇടയ്ക്ക് റസൂലുള്ളാഹിക്ക് കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ടു. എന്നാൽ എല്ലാം സഹിച്ചുകൊണ്ട് തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഖദീജ ബീവി വഫാത്തായി. അതുപോലെ തനിക്ക് സഹായിയായിരുന്ന പിതൃവൻ അബൂ താലിബും വഫാത്തായി. അങ്ങനെ റസൂലുള്ളാഹി, നിങ്ങൾ നോക്കൂ, സാധാരണ മനുഷ്യനാണെങ്കിൽ അടിമുടി തകരൂലേ? നബി തങ്ങൾക്കും മനുഷ്യത്വത്തിന്റെ വേദന ഉണ്ടാവൂലേ? അപ്പോൾ അള്ളാഹു ആദരിച്ചു. പോരൂ എന്ന് പറഞ്ഞ് നേരെ ഒരു രാത്രി ബുറാഖ് എന്ന വാഹനത്തെ അയച്ചു കൊടുത്ത് ജിബ്രീലിനെ ഗൈഡുമായി പറഞ്ഞയച്ചു. അവിടെ നിന്ന് നേരെ മക്കയിൽ നിന്ന് മദീന, മദീനയിൽ നിന്ന് ഫലസ്തീനിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലുള്ള ജമാഅത്തായി നിസ്കാരം, അവിടെ നിന്ന് അങ്ങോട്ട് 1-ാം ആകാശം, 2-ാം ആകാശം, 7 ആകാശങ്ങളും സിദ്റത്തുൽ മുൻതഹയും ബൈത്തുൽ മഅമൂറും നൈൽ നദിയുടെ യൂഫ്രട്ടീസ് നദിയുടെ ഉറവിടം കാണുന്ന രൂപത്തിൽ ഉച്ചിയിലെത്തി. പിന്നെ ജിബ്രീലിന് പോലും പ്രവേശനമില്ലാത്ത പ്രത്യേക സ്ഥലം നിജപ്പെടുത്തി പ്രത്യേക സ്ഥലം കണക്കാക്കി അവിടേക്ക് അള്ളാഹു വിളിച്ചു. അവിടുന്ന് അള്ളാഹു ആദരിച്ചു. വത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാതു ലില്ലാഹ്. അള്ളാഹുവിൻ്റെ ആദരവിൻ്റെ വാക്യങ്ങൾ അവിടുന്ന് ചർച്ചകൾ നടത്തി. സ്വർഗം കാണാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. പോരുമ്പോൾ 5 വഖത്ത് നിസ്കാരം നിർബന്ധമാക്കി ഏൽപ്പിച്ചു കൊടുത്തു. നബി തങ്ങൾക്കൊരു പുതിയ പിറവി പോലെ. ഇതുപോലെ തന്നെ ഇവിടെ ഈ ചപ്പടാച്ചികൾ
തീർത്തും അനാവശ്യമായി ളുൽമുകൾ മാത്രം നടത്തിയപ്പോൾ ഉസ്താദിത ശേഷൻ ഇങ്ങനെ വിടുകയാണ്. UAE മിനിസ്റ്ററുമായി ബന്ധമായി അബ്ദുള്ള ഗുലൈബിൻ നിർലോഭമായി സഹായമായി ഇന്ത്യയുടെ വിവിധ നഗരങ്ങളും പട്ടണങ്ങളും സന്ദർശിച്ചു വഴികൾ എളുപ്പമായി. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ഒരു ഗൾഫ് രാജ്യം. നേരത്തെ മക്കയിലും മദീനയിലും പോയിട്ട് ആ നിലയ്ക്ക് ഇത് മൂന്നാമത്തെ ഒരു ഗൾഫ് രാജ്യം. ഖത്തറിലെത്തിയപ്പോൾ ഖത്തറിലെ മലയാളി പ്രഗത്ഭർ കാത്തു നിൽക്കുന്നത് എനിക്ക് വലിയ സന്തോഷമായി. സൈനുൽ ആബിദീൻ സാഹിബിന്റെ ഹോട്ടലിലായിരുന്നു താമസം. സമസ്തയുടെ ഒരു പരിപാടി ഖത്തറിൽ ആദ്യമായി നടക്കുകയാണ്. നാട്ടിലെ പുതിയ അന്തരീക്ഷത്തിൽ സുന്നി സംഘടനകളുടെയും മർക്കസിന്റെയും വിശേഷങ്ങൾ അറിയാൻ നിരവധി ആളുകൾ ഹോട്ടൽ മുറിയിൽ വന്നുകൊണ്ടിരുന്നു. ഫിർദൗസ് ഹോട്ടലിൽ നടന്ന ആദ്യ യോഗത്തിൽ ഒട്ടേറെ മലയാളികൾ പങ്കെടുത്തു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. ശരിയ കോടതിയിലെ ചീഫായ ഷെയ്ഖ് അബ്ദുള്ള ഇബ്ൻ സയ്യിദ് അൽ മഹ്മൂദിനെ കാണാൻ വേണ്ടി കോടതിയിൽ പോയി. ചില കേസുകളുടെ വിചാരണ നടക്കുകയാണ്. അന്യായക്കാരും പ്രതികളും ജഡ്ജിയുടെ മുന്നിൽ അടുത്തടുത്തുള്ള കസേരകളിൽ ഇന്ന് വാദങ്ങൾ ഉന്നയിക്കുന്ന രീതി കണ്ടാൽ ഒരു നാടൻ പഞ്ചായത്താണോ എന്ന് തോന്നിപ്പോകും. ജഡ്ജിയുടെ വലതുഭാഗത്ത് തുറന്നു വെച്ച വാതിലിലൂടെയാണ് സ്ത്രീകൾ സംസാരിക്കുന്നത്. എല്ലാം സവിസ്തരം കേൾക്കുന്ന ഷെയ്ഖ് മഹ്മൂദ് സഹനശീലനും കാന്തദർശിയുമാണെന്ന് നേരത്തെ കേട്ടിട്ടുണ്ട്. മാസപ്പിറവി ഉറപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ രചനകളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിലുള്ള രണ്ടാം ഖാദി ഇബ്നു ഹജറുമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നു. മദ്ഹബുകൾക്കിടയിൽ വലിയ സ്പർദ്ധ നിലനിൽക്കുന്ന സ്ഥലമാണ് കേരളമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. അത് തിരുത്തി കൊടുത്തപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചു. ജോലി അവസാനിപ്പിച്ച് ഷെയ്ഖ് മഹ്മൂദ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിലേക്ക് പോയി. സംസാരത്തിനിടെ എൻ്റെ യാത്രാ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. ഖത്തറിലെ പള്ളികളിൽ മർക്കസിനെ പരിചയപ്പെടുത്തി സംസാരിക്കാനുള്ള അനുമതി പത്രം ചോദിച്ചു. ചിലരോട് വിളിച്ചു സംസാരിച്ച ശേഷം അദ്ദേഹം അനുമതി പത്രം ഒപ്പിട്ട് തന്നു. ഉസ്താദിന്റെ ഫത്ഹ് ഇങ്ങനെ തുടങ്ങുകയാണ്. അസ്മഹ് സ്ട്രീറ്റിലുള്ള അൽ ഖായിദ് മസ്ജിദിൽ വെച്ചായിരുന്നു 4 ദിവസത്തെ പൊതുപ്രഭാഷണം നിശ്ചയിച്ചിരുന്നത്. ഇശാ നിസ്കാര ശേഷം ഏതാനും മിനിറ്റുകൾ അറബിയിൽ പ്രസംഗിക്കും. പിന്നീട് സുന്നത്ത് നിസ്കാരങ്ങൾ കഴിഞ്ഞിട്ടാണ് മലയാളത്തിലുള്ള പ്രസംഗം. അവിടുത്തെ സർക്കാർ ജീവനക്കാരനായ ഒരു സലീം മൗലവിയാണ് അൽ ഖായിദ് മസ്ജിദിൽ ഒരു ദിവസം ആമുഖ പ്രസംഗം നടത്തിയത്. എന്നെ പരിചയപ്പെടുത്തുകയും കൂട്ടത്തിൽ യാത്രോദ്ദേശം വിവരിക്കുകയും ചെയ്തു. ഇത് പിന്നീട് വലിയ വിവാദം. ആര്? ഇവിടുത്തെ മൂരിത്തലുള്ള ആളുകൾ ഇത് ഇവിടെ വിവാദമാക്കി. അവിടെയല്ല, ഇവിടെ വിവാദമാക്കി. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുകയാണ്. ഞാൻ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി സഹകരിച്ചു, സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരെ നിന്നു തുടങ്ങിയവയായിരുന്നു ആരോപണങ്ങൾ. ചെറിയൊരു ആമുഖ പ്രസംഗം നടത്തി എന്നെ ക്ഷണിക്കുക മാത്രമാണ് സലീം മൗലവി ചെയ്തത്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം പറയുകയോ സുന്നികളെ എതിർക്കുകയോ ചെയ്തിട്ടില്ല. ചന്ദ്രികയിലാണ് ഇത് സംബന്ധിച്ച് ആരോപണം ആദ്യം വന്നത്. നോക്കൂ, ഇതെന്ത് സംഭവമുണ്ട് നിങ്ങൾ. ഇപ്പോ അബ്ദുള്ള ഫാറൂഖി എന്ന് പറഞ്ഞ ഒരാൾ അബുദാബിയിൽ ജോലി ചെയ്യുന്നുണ്ട്, ഔക്കാഫിൽ. ഞാൻ ആളെ വ്യക്തിപരമായി ഒന്നും പറയില്ല കേട്ടോ. അത് ഔക്കാഫിൻ്റെ ജോലിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം ഈ കെട്ടിപ്പൊന്തിച്ച കബറിങ്ങിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ദ്വാരക്കണെ അദ്ദേഹം അനുകൂലിക്കുന്നുണ്ടോ ഇല്ല എന്ന് എല്ലാവർക്കും അറിയില്ലോ. എന്നാൽ ഷെയ്ഖ് സായിദിൻ്റെ കബറിങ്ങനെ ആൾ വരലില്ലേ? എന്താണ് ഇത്? ഔക്കാഫിൻ്റെ നിയമം. ഔക്കാഫിൻ്റെ പരിപാടിയാണ് ആ പരിപാടി നടത്തുന്നത്. ഇതുപോലെ ഔക്കാഫിൻ്റെ പ്രതിനിധിയായിട്ട് പ്രസംഗിക്കാൻ അനുമതി കിട്ടിയ ആളാണ് എ പി ഉസ്താദ്. അപ്പോൾ ഈ സലീം മൗലവി ഒരു പള്ളിയിൽ ഇമാമാണെങ്കിൽ സ്വാഭാവികമായും ഈ വന്ന അതിഥിയെ പരിചയപ്പെടുത്തുക അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ചോറും തിന്ന് അദ്ദേഹത്തിൻ്റെ റൂമിലല്ല എ പി ഉസ്താദ് താമസിക്കുന്നത്. എ പി ഉസ്താദ് അന്ന് സൈനുൽ ആബിദീൻ്റെ ഹോട്ടലിലാണ് നേരത്തെ പറഞ്ഞില്ലേ. അവിടെ നീ അനുമതി നോക്കൂ, നിയമം ഒരിക്കലും ലംഘിക്കാത്ത ആളാണ് എ പി ഉസ്താദ്. ഏതെങ്കിലും പള്ളിക്കാരി എന്തെങ്കിലും പറയുന്ന ആളല്ല. അതാണ് ഏറ്റവും വലിയ അവിടുത്തെ അവിടുത്തെ പിന്നെ ജഡ്ജി. ആ ജഡ്ജി വഴി ആവശ്യപ്പെട്ടു, അവർ ഔക്കാഫുമായി ബന്ധപ്പെട്ടു, അവരെ പെർമിഷൻ. അങ്ങനെയാണ് ഈ സലീം മൗലവി ഇമാമത്ത് നിൽക്കുന്ന പള്ളിയിൽ വരുന്നത് ഇശാക്ക്. അത് ജമാഅത്ത്, അവിടെ ജമാഅത്തിൻ്റെ മുജാഹിദിൻ്റെ ഒന്നും പള്ളിയില്ലല്ലോ. അവിടെ ഉണ്ടോ? അങ്ങനെയൊന്നും അവിടെ ഇല്ല. അവിടെ ഇവർ പറയുന്ന ഒരാശയം അവിടെ കാണൂല. അവിടെ ഒരു പ്രത്യേക ഇതാണ്.
അപ്പോൾ ഏതായാലും എ പി ഉസ്താദ് ഒരു ജമാഅത്തുകാരൻ ഉണ്ടാക്കിയ പള്ളിയിൽ പോയി കണ്ടാണോ വേദറിയണ്? അല്ല, ഖത്തർ ഔക്കാഫിൻ്റെ പെർമിഷൻ അനുസരിച്ച് ഔക്കാഫിൻ്റെ കീഴിലുള്ള പള്ളിയിലാണ് ചെല്ലുന്നത്. സ്വാഭാവികമായിട്ട് അവിടുത്തെ ഇമാമ് പറഞ്ഞു, ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് ഇന്ന് വന്നിട്ടുണ്ട്, അദ്ദേഹം ഇശാന് ശേഷം പ്രസംഗിക്കുന്നു പറഞ്ഞു. ഇതാണ് ഇവർ പറഞ്ഞത്. അവർ വഹാബിയോടൊപ്പം കൂടി, ജമാഅത്തിൻ്റെ ഒപ്പം കൂടി. ഇവരപ്പം ജമാഅത്തില്ലേ, ഇവരപ്പം മുജാഹിദ്, ഇപ്പം ഇവർ ജമാഅത്തിന് സ്വന്തം ആൾക്കാരായില്ലേ. അപ്പം ചുരുക്കത്തിൽ ഇതെല്ലാം ഈ പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നതാണ്. അങ്ങനെ ഈ ചന്ദ്രികയിലാണ് ഈ സംബന്ധിച്ച ആരോപണം ആദ്യം വന്നത്. നവംബർ 15 ചന്ദ്രികാ പത്രം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. അതിൽ നിന്ന് തന്നെ ലക്ഷ്യം വ്യക്തമാണല്ലോ. ഞാൻ തിരിച്ച് നാട്ടിലെത്തുമ്പോഴേക്കും ഇതൊരു വലിയ വിവാദമായി മാറിക്കഴിഞ്ഞിരുന്നു. ഷെയ്ഖ് അബ്ദുല്ലാഹിൽ അൻസാരി, അസയ്യിദ് അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുള്ള, ഖത്തർ രാജ്യരക്ഷാ മന്ത്രി ഷെയ്ഖ് ഇബ്രാഹിം, ആഭ്യന്തര വകുപ്പ് മന്ത്രി അബ്ദുല്ലാഹിൽ അനിയ, വിദ്യാഭ്യാസ മന്ത്രി അഹമ്മദ് ഇബ്നു അനിയ എന്നിങ്ങനെ ഒട്ടേറെ മന്ത്രിമാരെയും നേതാക്കളെയും കണ്ടു. അറബ് പ്രമുഖരുടെ വീടുകളോട് ചേർന്നുള്ള മജ്ലിസുകളിൽ ആദ്യമായി പങ്കെടുത്തത് ഈ യാത്രയിലാണ്. തൊഴിലാളി മുതലാളി വ്യത്യാസമില്ലാതെ സദസ്സിലേക്ക് കടന്നു വരുന്ന എല്ലാവരും സലാം ചൊല്ലി കൈപ്പിടിച്ചു. ഷെയ്ഖുമാരുടെ തൊട്ടടുത്തായി വട്ടത്തിലിരിക്കുന്ന രീതി ഹദീസുകളിൽ വന്ന പഴയകാല മജ്ലിസുകളുടെ രൂപത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഒരേ പാത്രത്തിന്റെ ചുറ്റും ഇരുന്നുള്ള ഭക്ഷണം കഴിക്കലും അങ്ങനെ തന്നെ. സുലൈമാനിയും ഏലക്കയും ജീരകവും മറ്റും ചേർത്തുള്ള കഹുവയും കുടിച്ചുള്ള ചർച്ച രാത്രി വൈകുവോളം വരെ നീളും. ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നൽകിയ സ്വീകരണമായിരുന്നു അതീവ ഹൃദ്യമായ മറ്റൊരനുഭവം. യൂണിവേഴ്സിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് വിഭാഗത്തിന്റെ തലവനും ഖത്തർ മുഫ്തിയുമായ ഡോക്ടർ യൂസുഫുൽ ഖർദാവി ആയിരുന്നു അധ്യക്ഷൻ. എനിക്ക് അദ്ദേഹത്തെ മുമ്പ് പരിചയമുണ്ടായിരുന്നില്ല. ഒട്ടേറെ കിതാബുകൾ അദ്ദേഹം എനിക്ക് ഉപഹാരമായി തരികയും ചെയ്തു. മനസ്സിന് കുളിർമ പകരുന്ന അനുഭവങ്ങളായിരുന്നു 2 മാസം നീണ്ട ഖത്തറിലെ യാത്രയിലുടനീളം. 2 മാസമാണ്. അല്ല, എല്ലാ മിനിസ്റ്റർമാരുടെയും വാതായം തുറക്കല്ലേ, എല്ലാവരുടെയും വാതിലുകൾ തുറന്നിടല്ലേ. അപ്പോൾ അവരുടെ സൽക്കാരം അത് സ്വീകരിക്കണ്ടേ. അങ്ങനെ 2 മാസം ഖത്തറിൽ ചെലവഴിച്ചു. ആദ്യത്തെ ഖത്തർ യാത്രയാണിത്. ഹജ്ജ് യാത്രയ്ക്ക് ശേഷം അത്രയും ദീർഘനാൾ നാട്ടിൽ നിന്നും തുടർച്ചയായി മാറി നിന്നിട്ടില്ല. നാട്ടിൽ നിന്നുള്ള ദീർഘമായ ഈ അഭാവം ശത്രുക്കൾക്ക് മറ്റൊരു ഗൂഢാലോചനയ്ക്കും ആരോപണത്തിനുമുള്ള അവസരമായി. എന്നെ സമസ്തയിൽ നിന്നും പുറത്താക്കി എന്ന് നവംബർ 30 ചന്ദ്രികയിൽ വെണ്ടക്ക, ആ പത്രമൊക്കെ ഞാൻ വായിച്ച ഓർമ്മയുണ്ട്. കാന്തപുരത്ത് ചന്ദ്രികയിൽ നിന്ന് പുറത്താക്കി. മുഷാവറ യോഗം പോലും ചേർന്നില്ല. ഇവർ കൊടുക്കന്നെ ഇവരാണ്ട് പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ എഴുതാത്ത ലേഖനപ്പോ അടുത്ത് ചന്ദ്രികയിൽ വന്നില്ല. ലേഖനം മൂപ്പരും വായിച്ചപ്പോഴാണ് ഇതിപ്പോൾ ഞാൻ എന്നാ എഴുതിയെന്ന് ആലോചിക്കുന്നത്. അവർക്ക് എന്തും ചെയ്യാലോ. അതേമാതിരി പുറത്താക്കിയെന്ന് അതൊക്കെ ആ ഡേറ്റ് നോക്കണം. നവംബർ 30 ഇറങ്ങിയ ചന്ദ്രികയിൽ വാർത്ത വന്നു. ചന്ദ്രികയിലെ വാർത്ത അവാസ്തവമാണ് എന്നറിയിച്ചുകൊണ്ട് ഇ കെ അബൂബക്കർ മുസ്ലിയാരും ഇ കെ അശ്വർ മുസ്ലിയാരും പ്രസ്താവന ഇറക്കി. ജ്യേഷ്ഠാഞ്ചന്മാരാണ് അവർ രണ്ടാളും. ചന്ദ്രികയുടെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ സുന്നി വോയിസ് നീണ്ട എഡിറ്റോറിയലും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചു. ദോഹയിൽ നിന്നും നേരെ നാട്ടിലേക്ക് വരാനായിരുന്നു ആലോചന. അപ്പോഴാണ് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൗലവിയുടെ ഫോൺ ലഭിക്കുന്നത്. ഹിജറ 15-ാം ശതകപ്പിറവിയോട് അനുബന്ധിച്ച് അബുദാബിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചുകൊണ്ടായിരുന്നു ആ വിളി. UAE സർക്കാരിന്റെ അതിഥി ആയിട്ടായിരുന്നു ക്ഷണം. UAE സർക്കാരിന്റെ അതിഥിയായിട്ടാണ് നിങ്ങൾ മറ്റൊരു ഫത്ത്. അതുകൊണ്ട് വിസ നടപടികളൊക്കെ എളുപ്പത്തിൽ കഴിഞ്ഞു. അബുദാബിയിലെ ഹിൽട്ടൺ ഹോട്ടലിലായിരുന്നു താമസം. ഭക്ഷണം, താമസം, യാത്ര എല്ലാം അതീവ ഹൃദ്യം. 2 വർഷങ്ങൾക്ക് മുമ്പ് അബേലത്ത് തങ്ങളോട്, ഫസുൽ പൂക്കോയ തങ്ങളോടും അബേൽ തങ്ങളോടും ഒപ്പം ആദ്യമായി UAE വന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളെക്കുറിച്ചോർത്ത് അള്ളാഹുവിനെ ഞാൻ സ്തുതിച്ചു. അബുദാബി ഇസ്ലാമിക് സെന്ററിലെ പരിപാടിയിൽ അന്നത്തെ അബുദാബി ശരിയ കോടതി ജഡ്ജി ഡോക്ടർ അലിയുൽ ഹാഷിമി, മതകാര്യ വകുപ്പ് മേധാവി ഷെയ്ഖ് ഖലീൽ അഹമ്മദ്, ഇന്ത്യൻ അംബാസിഡർ മുഹമ്മദ് ഹാമിദ് അൻസാരി, വൈരിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവി എന്നിവരും ഉണ്ടായിരുന്നു. UAE പിന്നീട് തുറന്നു കിട്ടിയ ഒട്ടേറെ ബന്ധങ്ങളുടെ തുടക്കം ഈ അപ്രതീക്ഷിത യാത്രയിൽ നിന്നായിരുന്നു. ഡോക്ടർ അലിയുൽ ഹാഷിമി ആദ്യമായി പരിചയപ്പെടുന്നത് ഈ യോഗത്തിൽ വെച്ചാണ്. സഹോദര തുല്യമായ സ്നേഹവും പരിചരണവും നൽകുന്ന അദ്ദേഹവുമായുള്ള ബന്ധം 40 വർഷത്തിലധികമായി മർക്കസിന്റെ വളർച്ചയിലെ എക്കാലത്തെയും നിർണായക സാന്നിധ്യമായി ഇപ്പോഴും തുടരുന്നു. UAE നീതിന്യായ വകുപ്പ് മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ ബക്കർ,
വഖഫ് കാര്യാലയ സെക്രട്ടറി ഷെയ്ഖ് സക്കർ അൽമറി, നീതിന്യായ വകുപ്പ് കാര്യാലയം വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ അൽ റുഹൈരി, ദേവാ വകുപ്പ് മേധാവി ഷെയ്ഖ് അബ്ദുള്ള അലി മഹ്മൂദ്, അല്ലൈ മതകാര്യ വകുപ്പ് മേധാവി ഷെയ്ഖ് മുഹമ്മദ് ബഷീർ സഖഫ, UAE ടൂറിസം വകുപ്പ് മന്ത്രി സായിദ് സുൽത്താൻ ദമ്മക്കി, ടൂറിസം വിഭാഗം തലവൻ സലാം സയ്യിദ് ഹജരി എന്നിങ്ങനെ ആ പട്ടിക നീളുന്നു. പുതുതായി ആരംഭിക്കാനിരിക്കുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്ന ഏറെ വിലപ്പെട്ട ബന്ധങ്ങളായിരുന്നു ഇവ. ഷെയ്ഖ് ഖുലൈബിയെ പോയി കണ്ട് മർക്കസ് ഉദ്ഘാടന പരിപാടിയിലേക്ക് വരാൻ സൗകര്യപ്പെടുന്ന ദിവസങ്ങൾ അന്വേഷിക്കുകയും പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ബോംബെയിലേക്കായിരുന്നു മടക്കയാത്ര. അവിടെ നിന്നും ബസ്സിൽ കോഴിക്കോടെത്തി. ബസ്സിലാണ് കോഴിക്കോട് പ്ലെയിനില്ലല്ലോ. ബസ്സിൽ കോഴിക്കോടെത്തി. ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ നേരെ വികാസ് ഹോട്ടലിലേക്ക് എത്താനാണ് ആവശ്യപ്പെട്ടത്. EK അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഫതുൽ പൂക്കോയ തങ്ങൾ, അവേലത്ത് തങ്ങൾ, TK കുഞ്ഞഹമ്മദ് ഹാജി, KC അഹമ്മദ് കോയാജി എന്നിങ്ങനെ കോഴിക്കേട്ട എല്ലാ പ്രധാന നേതാക്കളും പ്രവർത്തകരും പൗരപ്രമുഖരും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിവാദങ്ങളെയും അപവാദങ്ങളെയും ചൊല്ലിയുള്ള എൻ്റെ എല്ലാ മനപ്രയാസങ്ങളും നേതാക്കളുടെയും സഹപ്രവർത്തകരുടെയും ആലിംഗനത്തിൽ അലിഞ്ഞില്ലാതെയായി. എന്താ സമസ്തയിൽ നിന്ന് പുറത്താക്കുന്ന ആളപ്പോൾ കേൾവി, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവരെല്ലാം പിടിച്ചു മുത്തുകയാണ്. അപ്പം എല്ലാ വേദനയും അലിഞ്ഞില്ലാതെയായി. നിർണായകമായി യാത്ര പരാജയപ്പെടുത്താൻ നിതാന്ത പരിശ്രമം നടത്തിയവരുടെ കുതന്ത്രങ്ങൾ പരാജയപ്പെട്ടുവെന്ന ആഹ്ലാദത്തിലായിരുന്നു അവിടെ കൂടിയവരെല്ലാം. മുഗൾ ചക്രവർത്തി ഔറംഗസീബിനെ ഉദാഹരിച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടുള്ള വർത്തമാനം പറച്ചിൽ പോലെയായിരുന്നു ശംസുൽ ഉലമ EKയുടെ സ്വീകരണ പ്രസംഗം. എതിർപ്പുകളെ വകവെക്കാതെ സ്ഥിരചിത്തയോടെ മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 2 മാസത്തിലേറെ നീണ്ട യാത്രാനുഭവങ്ങൾ അവിടെ കൂടിയവരോട് പങ്കുവച്ചു. എല്ലാ വിവാദങ്ങളെയും അവഗണിച്ച് ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി തയ്യാറാകാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ സ്വീകരണ യോഗം പിരിഞ്ഞത്. അല്പം വൈകിപ്പോയി ഇന്ന്. കുഴപ്പമില്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കേസാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അറിയാത്ത ആൾക്കാരും ആരെങ്കിലും കേട്ടെങ്കിലോ, അത് ഈ ദീനിനോടുള്ള സഹായമായെങ്കിലോ എന്നതൊക്കെ അല്പം വായിച്ചു പോയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്, AP ഉസ്താദിന്, സുൽത്താനുൽ ഉലമക്ക് ആഫിയത്തും ഹിമ്മത്തും ഇസ്സത്തുമുള്ള ദീർഘായുസ് നൽകി ഒരുപാട് കാലം ഇനിയും ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കാൻ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസും അവസരങ്ങളും നൽകട്ടെ. ആമീൻ. ഉസ്താദിന് സഹായികളായ ഈ മഹാന്മാർ, അവർക്കൊക്കെ അല്ലാഹു തആല വലിയ സന്തോഷം ഇരു ലോകത്തും നൽകട്ടെ. ഇത് ഇത്രയും കേട്ട ഇനിയും കേൾക്കുന്ന എല്ലാവർക്കും നമുക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി